അങ്ങനെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. ചിത്രം തെളിഞ്ഞു. മൂന്നാമത്തെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴാണ് NDA അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക? വടകരയിൽ ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ അപ്രതീക്ഷിത ട്വിസ്റ്റുമായി സ്ഥാനാർത്ഥിയായതോടുകൂടി കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് കരുത്തു കൂടിയോ എന്നാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. ഈ സമയം എന്നാൽ കോലിബി സഖ്യത്തിന്റെ സമയമാണ് എന്ന് വടകരയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വടകരയിൽ കോലിബി സഖ്യത്തിന്റെ സാധ്യതയുണ്ട് എന്ന ജയരാജന്റെ വെളിപ്പെടുത്തലിൽ ജയരാജന്റെ സംശയത്തിൽ എത്രമാത്രം സാധ്യതയുണ്ട് എന്നുകൂടി എൻകൗണ്ടർ അന്വേഷിക്കുന്നു. പട്ടികയിൽ മുൻതൂക്കം ആർക്ക്? ദിവസങ്ങൾ ഏറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതും മണിക്കൂറുകൾ നീണ്ട തിരക്കിട്ട ചർച്ചകൾക്കൊടുവിലാണ് വടകരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേൾക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയാണ്. ഉമ്മൻചാണ്ടിയുടെ ഇടപെടലാണ് ഏറ്റവും ഒടുവിൽ വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 5 ദിവസം നീണ്ടുനിന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് വടകരയിൽ മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനായിരുന്നു. സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള പ്രാദേശിക മുഖങ്ങൾക്കായിരുന്നു മുൻഗണന ലഭിച്ചത്. ഇതോടെ അക്രമ രാഷ്ട്രീയം പ്രധാന ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പിൽ P. ജയരാജനെതിരെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധമുയർത്തി. RMPയും KK രമയും കേന്ദ്ര സംസ്ഥാന നേതാക്കളെ വിളിച്ച് ശക്തനായ സ്ഥാനാർത്ഥിയല്ലെങ്കിൽ പിന്തുണ നൽകില്ലെന്ന് അറിയിച്ചു. ഇതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രന് മേൽ മത്സരിക്കാനുള്ള സമ്മർദ്ദമേറി. VM സുധീരൻ അടക്കമുള്ള നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളുമുണ്ടായി. ഒന്നും വിജയം കാണാതിരുന്നതോടെ കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശം RMP തന്നെ മുന്നോട്ട് വെച്ചു. മുരളീധരനുമായി RMP നേതാക്കൾ സംസാരിച്ചെങ്കിലും വഴങ്ങിയില്ല. ഇതിനുശേഷമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇടപെടൽ. പാണക്കാട് തങ്ങൾ മുരളീധരനുമായും മുല്ലപ്പള്ളിയുമായും ടെലഫോണിൽ സംസാരിച്ചു. വടകരയിൽ സ്ഥാനാർത്ഥി ദുർബലമായാൽ പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രതിഫലനമുണ്ടാകുമെന്ന ആശങ്ക തങ്ങൾ അറിയിച്ചു. ഇതിനുശേഷം മുരളീധരനെ സമ്മതിപ്പിക്കാനുള്ള ദൗത്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിക്ഷിപ്തമായി. ഉമ്മൻചാണ്ടി സംസാരിച്ചതോടെ മുരളീധരൻ വഴങ്ങി. ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഇതിനിടയിലുണ്ടായി. 11:30 മുരളീധരൻ മത്സരിക്കാൻ തയ്യാറായ വിവരം ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയെ അറിയിച്ചു. കെ മുരളീധരനുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ വടകരയിൽ സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ വളരെ നന്നായിരിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച ശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സന്തോഷകരമായ വാർത്ത അറിയിക്കും. കെ മുരളീധരൻ വന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശ എനിക്കുണ്ട്. മാത്രവുമല്ല, ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യത ഇപ്പോഴുണ്ട്. മുരളീധരനാണെങ്കിൽ അനായാസേന ജയിച്ചു വരാൻ സാധിക്കും എന്ന കാര്യത്തിന് എനിക്ക് അശേഷ സംശയമില്ല. സന്തോഷം കാണാനുണ്ട്. ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. കാരണം ഐക്യജനാധിപത്യ കക്ഷിയെക്കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമൊക്കെ തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടത്. കോൺഗ്രസിന് കേരളത്തിൽ വൻപിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഞങ്ങളാണ് തികഞ്ഞ അവധാനത കാണിച്ചിട്ടുണ്ട്, ജാഗ്രത കാണിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന എൻ്റെ സമീപനം, ഞങ്ങളുടെ സമീപനം, ആ സമീപനം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇതുവരെ പുലർത്തിയിട്ടുള്ളത്. വടകരയിലെ തലവേദന ഒഴിഞ്ഞതോടെ അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ദുർബല സ്ഥാനാർത്ഥി പട്ടികയെന്ന പ്രതീതിയെ തന്നെയാണ് കോൺഗ്രസ് മറികടക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ UDF പ്രചാരണത്തിന് കൂടുതൽ ശക്തി പകരും ഈ നീക്കം. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ അരുണിനോടൊപ്പം സവാദ് മുഹമ്മദ്, 24. UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ വന്നു കഴിഞ്ഞിട്ടും BJPയുടെയും NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് ഏറ്റവും ഒടുവിലും അറിയാൻ സാധിക്കുന്നത്. ചില സൂചനകൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഞങ്ങളുടെ പ്രതിനിധി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് തത്സമയം. രാധാകൃഷ്ണൻ, ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകൾ ഡൽഹിയിൽ നടക്കുകയാണല്ലോ. പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളായിട്ടുണ്ടോ? പത്തനംതിട്ടയിൽ PS ശ്രീധരൻ പിള്ള പിന്മാറി, സുരേന്ദ്രൻ വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എത്രമാത്രം ശരിയാണ് ഈ നിഗമനം? തീർച്ചയായിട്ടും അരുൺ, പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
പാർലമെന്ററി ബോഡി യോഗത്തിൽ ഒരു ഏക അഭിപ്രായത്തോടുകൂടി ഒരു പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറാനായി സാധിച്ചില്ല. മറിച്ച് ഒരു പാനലാണ് കൈമാറിയിരിക്കുന്നത്. ഈ പാർലമെന്ററി ബോഡി യോഗത്തിൽ ഏറ്റവും പ്രധാനമായും എതിർപ്പുന്നയിച്ചത് RSSന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സംഘടനാ സെക്രട്ടറിമാരാണ്. ആ സംഘടനാ സെക്രട്ടറിമാർ ഉന്നയിച്ച എതിർപ്പിൽ ഏറ്റവും പ്രധാനം നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു. പത്തനംതിട്ട പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള എതിർ ജനവികാരം ഉണ്ടാകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്ന പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന ബോധ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിലവിലുള്ള സാഹചര്യത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്നാണ്. ഒരു പേര് RSS നേതൃത്വം പറഞ്ഞില്ലെങ്കിലും ആ പേര് കെ സുരേന്ദ്രൻ്റെതാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ വിശ്വാസ സമൂഹത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് തൻ്റെ ക്ലെയിം ഒരിക്കൽ കൂടി PS ശ്രീധരൻപിള്ള യോഗത്തിൽ ആവർത്തിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഹൈന്ദവ വിഭാഗത്തിന് പുറമെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ കൂടി ഏതാണ്ട് 35% ന്യൂനപക്ഷ വിഭാഗങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആ വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കിയാലേ അവിടെ ഒരു NDA സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനാകൂ. നിലവിലുള്ള സാഹചര്യത്തിൽ തനിക്ക് മാത്രമേ അതിന് സാധിക്കൂ. മർത്തോമ സഭ അടക്കമുള്ളവരുടെ പിന്തുണ തനിക്ക് മാത്രമേ സമാഹരിക്കാൻ സാധിക്കൂ എന്നാണ് അവകാശവാദമായി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിനോട് ഈ സംഘടനാ സെക്രട്ടറിമാർ യോജിച്ചില്ല. തുടർന്ന് ഒരു പാനലായിട്ട് ആ പാനലിൽ കെ സുരേന്ദ്രൻ്റെയും PS ശ്രീധരൻപിള്ളയുടെയും പേരുകളാണ് പത്തനംതിട്ടയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ച് പാലക്കാടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന തർക്കം ശോഭാ സുരേന്ദ്രന്റെ ഈ പാനൽ എപ്പോഴാണ് അന്തിമമായിട്ട് പരിഗണിക്കുക? ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗമാണ് അല്പസമയത്തിനകം കേരളത്തിൻ്റെ പട്ടിക പരിഗണിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ 12 മണി വരെയാണ് ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഉള്ളത്. ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ പട്ടിക പരിഗണിച്ച് ഈ പട്ടികയിൽ നിന്നും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പാനലിൽ നിന്നും തീരുമാനം കൈക്കൊള്ളും. നമുക്ക് മനസ്സിലാക്കാം. രാധാകൃഷ്ണൻ തുടരണം. അവിടുത്തെ ഡെവലപ്മെന്റുകൾ കോതമംഗലത്ത് നിന്നും ഞങ്ങൾ സൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത്, ഒപ്പം NDAയുടെ മുഴുവൻ പട്ടികയും ഇന്ന് വൈകുന്നേരം ഇപ്പോൾ മുതൽ 1 മണിക്കൂറിനുള്ളിൽ പുറത്തു വരും എന്ന പ്രതീക്ഷയിലാണ് എൻകൗണ്ടർ ഈ ചർച്ച തുടങ്ങുന്നത്. രാധാകൃഷ്ണനിലേക്ക് വരാം. സ്ഥാനാർത്ഥി പട്ടികയാകുന്ന സമയത്ത് തത്സമയം തന്നെ ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യാം. നിലവിൽ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ നിരീക്ഷകരും പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. CPM പ്രതിനിധി ശ്രീ SR ശക്തിധരൻ, BJP പ്രതിനിധി JR പത്മകുമാർ, ഒപ്പം തന്നെ മാധ്യമ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജേക്കബ് ജോർജും നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നു. ഒപ്പം കോതമംഗലത്ത് നിന്നും നമ്മളോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ PN ബാലകൃഷ്ണൻ, ഒപ്പം കോതമംഗലം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM നൌഷാദ്, DCC സെക്രട്ടറി അബു മൊയ്തീൻ, കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ MS എൽദോസ്, BJP എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് PP സജീവ്, BJP സ്റ്റേറ്റ് കൺവീനർ അംഗം MN ഗംഗാധരൻ തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നേരെ പോകുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്കാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിലവിൽ K മുരളീധരന്റെ രംഗപ്രവേശം നേരത്തെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലേറ്റായിരുന്നു, പക്ഷേ ലേറ്റസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു സംശയം, ഇത് ഒരു കോലീബി സഖ്യത്തിന്റെ തുടക്കമാണോ എന്നാണ് ജയരാജൻ ഇന്ന് സംശയം പ്രകടിപ്പിച്ചത്. ജയരാജന്റെ സംശയം അവിടെ നിൽക്കട്ടെ. അരുൺ ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഞാൻ മറുപടി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ടായിരുന്നു, ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൂലങ്കഷമായ ചർച്ച നടക്കുന്നുണ്ട്. ഞങ്ങളിത് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുജനസമക്ഷത്തേക്ക് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും എല്ലാ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പട്ടികയാവും ഉണ്ടാകുക എന്ന്. ആദ്യത്തെ ഘട്ടമെന്ന നിലയിൽ കോൺഗ്രസിൻ്റെ മൊത്തം 16 സീറ്റുകളിലുള്ളതിൽ 12 സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ കൊണ്ട് തന്നെ ബാക്കി 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം ധാരണയായി. അവശേഷിച്ചിരുന്നത് വടകരയിലെ സ്ഥാനാർത്ഥിയെ മാത്രമാണ്. ശ്രീ അരുൺ, ഇതിൻ്റെ നിങ്ങളുടെ സൗണ്ട് സിസ്റ്റം എക്കോ എന്ന് മാറ്റിത്തരാൻ കഴിയുമെങ്കിൽ ഉപകാരമായിരുന്നു. ഏതായാലും അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുള്ളതിൽ ശബ്ദവിനിമയത്തിലെ ചെറിയൊരു സാങ്കേതികത അല്പസമയത്തിനകം മാറ്റി തിരിച്ചു വരാം ജ്യോതികുമാറിലേക്ക്. SR ശക്തിധരൻ, നിലവിൽ വടകരയിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരിക്കുന്ന P ജയരാജന്റെ പക്കലേക്ക്
മുരളീധരനാണ് ശക്തനായ ഒരു കരുത്തനായ എതിരാളിയായി എത്തുന്നത്. നിലവിൽ വടകരയുടെ മത്സരം കടുക്കും, അതിൽ സംശയമില്ലല്ലോ. വടകരയിലെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ സ്ഥാനാർത്ഥി പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ തന്നെ അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിനകത്ത് യാതൊരു കുഴപ്പവും LDFിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ ജയരാജനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം UDFിന് ഇല്ലാതെ പോയി ഇത്രയും ദിവസം ചർച്ചകൾ നടത്തി അവസാനം നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ലേറ്റസ്റ്റ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. കാരണം അവിടെ രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വിജയത്തിലേക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. അവിടെ പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നുള്ള ഭയപ്പാടോട് കൂടിയിട്ടുള്ള നിരവധി തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും UDFിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ CPMൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വ്യാപകമായി തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും നമ്മുടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പി ജയരാജൻ അവിടെ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വരവ് വലിയൊരു ആഘോഷത്തോടു കൂടി അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് UDFും അതിൻ്റെ പരിവാരങ്ങളും എല്ലാം കൂടി തയ്യാറായപ്പോൾ തന്നെ ജയരാജനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രാധാന്യം മനസ്സിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. മുരളീധരൻ അദ്ദേഹത്തിന് എതിരാളിയാണോ? നിലവിൽ സമയം ഇത്രയായിട്ടും NDAയുടെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ആകെ മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു, കോട്ടയത്ത് PC തോമസും NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ്. ബാക്കി 18 മണ്ഡലങ്ങളിലെയും ചിത്രമില്ല. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ തനിക്ക് മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ താങ്കൾ മത്സരിക്കേണ്ട, ഏകോപിപ്പിച്ചാൽ മതി എന്ന് RSSന്റെ അടക്കമുള്ള നേതൃത്വം പറയുന്നു. സംഘാടക കേന്ദ്ര നേതൃത്വത്തോട് പരാതി പറയുന്നു ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും കൃഷ്ണദാസും അടക്കമുള്ളവർ. എപ്പോഴായിരിക്കും 1 മണിക്കൂറിനുള്ളിൽ പട്ടിക പുറത്തു വരുമെന്ന് പറയുന്നു. ഈ പട്ടികയിൽ PS ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാനുണ്ടാകുമോ? JR പത്മകുമാർ. അല്ല, ഇത് ഇപ്പോൾ നടക്കുന്നത് BJPക്കെതിരായിട്ട് കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഇന്നാണ് കൂടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഇലക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ 3ാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ സീറ്റുകളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് പരിഗണിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് BJPക്കോ BJP നേതാക്കന്മാരുടെ ഉള്ളിലോ ഇതിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നേരത്തെ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു പാനൽ തയ്യാറാക്കി 3ആയി സംസ്ഥാനത്തെ തിരിച്ച് 3 പ്രമുഖരായ നേതാക്കന്മാർ വന്ന് പ്രാദേശിക നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ തേടി ഒരു ലിസ്റ്റ് തയ്യാറാക്കി, ഒരു പാനൽ തയ്യാറാക്കി സംസ്ഥാന പ്രസിഡന്റ് കൊടുത്ത് അതാണ് മുകളിലോട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരിക്കലും സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവോ ഇഷ്ടപ്പെട്ട് എനിക്ക് മത്സരിക്കണം എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല. പ്രാദേശിക നേതാക്കന്മാർ, പാർട്ടിയുടെ ഓരോ തലത്തിലുള്ള നേതാക്കന്മാരാണ് അഭിപ്രായം പറഞ്ഞത്. ഓരോ മണ്ഡലത്തിലും ഇന്ന സ്ഥാനാർത്ഥികളായാൽ കൊള്ളാം, പരിഗണനയ്ക്ക് പാർട്ടിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ പാർട്ടി ഇപ്പോൾ പാർലമെന്ററി മോഡിൽ PT കഴിഞ്ഞു. ഇനി ഇലക്ഷൻ കമ്മിറ്റിയിൽ വെച്ചിട്ട് അതിനെ ഫൈനലൈസ് ചെയ്ത് മുന്നോട്ട് അത് പുറത്തു വരും. 1 മണിക്കൂർ 2 മണിക്കൂർ ഇന്ന് തന്നെ PS ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ തനിക്കുള്ള പിന്തുണ എന്തൊക്കെയാണെന്ന് കേന്ദ്ര നേതൃത്വത്തെ കാട്ടിക്കൊടുത്തത് സമുദായങ്ങളുടെ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. 33% വരുന്ന ഓർത്തഡോക്സ് സഭ തനിക്കൊപ്പമുണ്ട് എന്ന് യാക്കോബായ സഭയ്ക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് PS ശ്രീധരൻപിള്ള കണക്കെടുത്ത് പറഞ്ഞു കേന്ദ്രത്തോട്. നായർ സമുദായം എന്ന നിലയിലുള്ള ആനുകൂല്യം തനിക്ക് കിട്ടും എന്ന് PS ശ്രീധരൻപിള്ള കേന്ദ്രത്തോട് പറയുന്നു. ഇത് രണ്ടും ബോധ്യപ്പെടുന്ന കേന്ദ്ര നേതൃത്വം തുടക്കത്തിൽ സുരേന്ദ്രൻപിള്ളയ്ക്കുള്ള സീറ്റ് നിഷേധിച്ച് PS ശ്രീധരൻപിള്ള തീരുമാനിക്കാമെന്ന് വെക്കുന്നു. അപ്പോഴാണ് സുരേന്ദ്രന്റെ പരാതി മുരളീധറാവുവിന് പോകുന്നത്. കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. അല്ല, ഇതെല്ലാം അരുൺകുമാർ, ഇത് പ്രചരണമാണ്. ശ്രീധരൻപിള്ള സാർ അങ്ങനെ ഒരു സ്ഥലത്തും എനിക്ക് മികവുണ്ട്, ഞാനാണ് ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥി എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിയും BJPയുടെ ഒരു സ്ഥാനാർത്ഥിയും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. 3 പേരുടെ പാനൽ കൊടുത്തു. ആ പാനൽ നോക്കിയിട്ട് പല ഘടകങ്ങളും നോക്കിയിട്ട് പാർട്ടി തീരുമാനിക്കും. ആ തീരുമാനിച്ച് കഴിഞ്ഞ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ആരെങ്കിലും ആർഗ്യുമെന്റുമായി പുറത്തു വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സമ്മതിക്കാം, ശരിയാണ്. അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി ഉള്ളിൽ നടക്കുന്ന ചർച്ച ഇങ്ങനെ
ആയിരിക്കാം എന്നുള്ള ധാരണയിൽ പ്രചരണം നടത്തുന്നതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കുണ്ട്, BJP എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിനെയൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല, പറഞ്ഞോട്ടെ. പക്ഷേ ഇതിൻ്റെ വസ്തുത ഇതാണ്, 3 പേരുടെ പാനലിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കും, അത് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രവർത്തനം തുടങ്ങും. നമുക്ക് തിരിച്ചു വരാം. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ BJP പട്ടികയെ കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി രാധാകൃഷ്ണൻ ഒരുപക്ഷെ അങ്ങേക്ക് തന്നെ നേരിട്ട് തത്സമയം വിവരങ്ങൾ നൽകുകയും ചെയ്യും. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, നിലവിൽ കെ മുരളീധരൻ വടകരയിൽ വന്ന് മത്സരിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക ചിത്രം വ്യക്തമാവുന്നു. തയ്യാറെടുപ്പുകൾ വേണ്ടത്ര ചെയ്യാതെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നൊരു വിമർശനമുണ്ട് കോൺഗ്രസിന്. പക്ഷേ നിലവിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിയുമ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ ഇത്രയും കാലത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിരീക്ഷിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞ മുൻതൂക്കമുള്ള ഇടതു പട്ടികയോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പട്ടികയാണോ UDF ഇന്ന് പുറത്തുവിട്ട ഈ സ്ഥാനാർത്ഥി പട്ടിക? മൊത്തം 20 മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായല്ലോ. അല്ല, വടകരയിലെ കാര്യം ആദ്യം പറയാം. വടകരയിൽ ജയരാജനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കെ മുരളീധരൻ. അവിടെ കോഴിക്കോട് MP ആയിരുന്നു. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകം ആണ് എന്ന് തന്നെ പറയാം. കോഴിക്കോടിന് അടുത്ത് കിടക്കുന്ന വടകരയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം. പിന്നെ ജയരാജനുമായിട്ടുള്ള മത്സരം വളരെ ശക്തിയേറിയ, കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു മത്സരം തന്നെയായിരിക്കും വടകരയിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാറായിട്ടില്ല. തീർച്ചയായിട്ടും ജയരാജനെതിരെയുള്ള കോൺഗ്രസിന് കിട്ടാവുന്ന ഒരു പക്ഷേ മുല്ലപ്പള്ളിയേക്കാൾ 2 തവണ അവിടെ നിന്ന് വിജയിച്ച മുല്ലപ്പള്ളിയേക്കാൾ മികവുള്ള സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ. കാരണം മുല്ലപ്പള്ളിക്ക് രണ്ട് തവണത്തെ ഒരു ഇൻകംബൻസി ഭാണ്ഡക്കെട്ട് അദ്ദേഹത്തിൻ്റെ തോളിലുണ്ട്. കെ മുരളീധരൻ അതൊന്നുമില്ല എന്നുള്ളൊരു ആശ്വാസം കൂടിയുണ്ട്. പിന്നീട് കേരളത്തിലൊട്ടാകെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും കാര്യങ്ങൾ അത്ര ശുഭമല്ല. കാസർഗോഡ് ഒരു ഹോംവർക്ക് നടത്താതെയാണല്ലോ കാസർഗോഡ്, 2 കൊലപാതകം നടന്ന സ്ഥലമാണ് കാസർഗോഡ്. ഒരു ഗ്രഹപാഠവും നടത്താതെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. പിന്നെ അവസാനം തിരുവനന്തപുരത്ത് നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിക്കൊടുത്തു. ആറ്റിങ്ങൽ, ആലപ്പുഴ, ഇവിടെയൊക്കെയും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തിന് പത്തനംതിട്ട പോലും, അതായത് CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ്സിന് ഒരു റീലുക്ക് വേണ്ടി വന്നു പട്ടികയുടെ മേൽ. അതാണ് കേരളത്തിൽ പ്രശ്നമുണ്ടാക്കിയത്. അതിൻ്റെ അർത്ഥം സംഘടനയുടെ ദൗർബല്യം തന്നെയാണ്. ആ ദൗർബല്യം മൂലം സംഘടനയ്ക്ക് യഥാവണ്ണം ഓരോ മണ്ഡലത്തിലും കൃത്യമായ ഗൃഹപാഠം നടത്തി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തു അവശേഷിക്കുന്നു. പോട്ടെ, അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു വൈകല്യം അവർ മനസ്സിലാക്കി നീണ്ടകാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കോൺഗ്രസ് ബാധ്യസ്ഥമാണ്. അല്ലെങ്കിൽ അറിയാമല്ലോ, കാര്യങ്ങൾ കളിവേറെയാണിപ്പോൾ. സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ ഓർക്കണം. ഇനിയിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കോൺഗ്രസിന് കഴിയുമോ, സംഘടനയ്ക്ക് കഴിയുമോ, യുവാക്കളുടെ രംഗത്തിറങ്ങുമോ, യുവാക്കളെ രംഗത്തിറക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഞാൻ ജേക്കബ് ജോർജിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. വടകരയിൽ മുരളീധരൻ എത്തി ഒരു മാസ് എൻട്രിയായി ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ കാസർഗോഡും അതേപോലെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അൺഫോർച്ചുനേറ്റ്ലി ഒരു പ്രചരണം തന്നെ സ്ഥാനാർത്ഥിക്ക് നിർത്തിവെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. DCC പ്രസിഡന്റിനോട് ശൈലി ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല എന്ന് സ്ഥാനാർത്ഥി തന്നെ കയർത്ത് സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇന്നത്തെ ദിവസം ചുരുങ്ങിയ പക്ഷം കാസർഗോഡ് പ്രചരണം നടക്കാത്ത ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവുന്നു. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പ്രചരണത്തിലും തുടക്കത്തിൽ പാളിയിട്ടുണ്ടോ? അല്ല, കാര്യങ്ങൾ ശുഭകരമല്ലാത്തത് ശ്രീ ജേക്കബ് ജോർജിന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആ ശുഭകരമല്ലാത്ത കാഴ്ചപ്പാട് അങ്ങനെ തന്നെ തുടരട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായി ചർച്ച ചെയ്ത് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ ശ്രീമതി ഷാനിമോൾ ആലപ്പുഴ സ്വദേശിനിയാണ്. അവരവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നയാളാണ്. അവർ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളയാളാണ്. പിന്നെ AICCയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അവർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ശ്രീ അടൂർ പ്രകാശ് 4 തവണ MLA ആയിരുന്ന ആളാണ്. ഒന്നിലധികം 2 തവണ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ആറ്റിങ്ങൽ മത്സരിക്കുന്നത്. ഏത് സീറ്റ് അദ്ദേഹം പറയുന്ന പത്തനംതിട്ടയെ സംബന്ധിച്ച്, പത്തനംതിട്ടയിൽ എന്താണ് പ്രശ്നം? ഇനി താങ്കൾ പറഞ്ഞു വെച്ചാൽ കാസർഗോഡ് സംഘടനാപരമായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോടല്ല പ്രശ്നം. സംഘടനാപരമായ അവിടെ ചെറിയ ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1 മണിക്കൂർ ഉച്ചയ്ക്ക് കടുത്ത വേനൽ കാരണം 1 മണിക്കൂർ ബ്രേക്ക് എടുക്കണമെന്ന് ഞാൻ തന്നെയാണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ പേരിലാണ് നിർത്തിവെച്ചിരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ KV തോമസിൻ്റെ പേരിൽ നിങ്ങൾ
എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, വലിയ മല വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. 24 മണിക്കൂറിന് ഒരു രാത്രി വെളുത്തപ്പോഴേക്കും അതെല്ലാം പരിഹരിക്കപ്പെട്ടില്ലേ? മുൻകാലങ്ങളില്ലാത്ത രീതിയിൽ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 20 UDF സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മുമ്പ് ഒരു തരത്തിലുള്ള അവസരങ്ങളും ഒരു നേതാക്കന്മാരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നതോടുകൂടി നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതിനൊക്കെ എത്രയോ അപ്പുറം മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ SRS പറഞ്ഞു ഇവിടെ മികച്ച സ്ഥാനാർത്ഥിയാണ് P. ജയരാജൻ എന്നൊക്കെ, കരുത്തുറ്റ സ്ഥാനാർത്ഥി. ഈ കരുത്ത് കാണിക്കാൻ പാർലമെന്റിൽ പോയി സംഘടന ഉണ്ടാക്കാൻ പോകണോ അതോ കൊലപാതകം നടത്താൻ പോകണോ? അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് പോകുന്നത്. അവിടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുൻ MP ആയിരുന്ന, മുൻ KPC പ്രസിഡന്റ് ആയിരുന്ന, മുൻ മന്ത്രി ആയിരുന്ന. ചുരുങ്ങിയ പക്ഷേ ജ്യോതികുമാർ ചാമക്കാല മുത്തലാഖ് ബില്ല് ചർച്ച ചെയ്യുമ്പോൾ നാട്ടിൽ വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന മാന്യതയെങ്കിലും കാണിക്കണ്ടേ? അതൊരു കരുത്തല്ലേ, പ്രത്യയശാസ്ത്രപരമായ കരുത്ത്. അല്ല, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തല്ലേ ശ്രീ അരുണേ? അതിനെക്കുറിച്ച് വേണമെങ്കിൽ പ്രത്യേകം ചർച്ച ചെയ്യാം. ഞാൻ പറയുന്ന വടകരയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ പയറഞ്ഞഴി എന്ന് പറയുന്നത് താങ്കളല്ലോ അത് പറയേണ്ടത്. ഇത് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും കൊണ്ട് ഇത് ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും അരുണേ. അരുൺ ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സമയം അല്ലല്ല. പാർലമെന്റിലെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അല്ല സംസാരിക്കുന്നത്. ഇവിടെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞഴിന്ന് അരുൺ തന്നെ പറയരുത്. അപ്പോൾ അരുൺ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനാണ്, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അല്ലല്ല എന്താ ഞാൻ ചോദിക്കുന്ന യെസ് അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ശ്രീ K. മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാണ്, വടകരയിൽ സ്ഥാനാർത്ഥിയാണെന്ന് വന്നതോടെ തന്നെ P. ജയരാജന് സ്ഥലചല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുക, ഓരോ നിമിഷവും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായ ഒരു ആംബുലൻസ് വേണ്ടി വരും, ആ നിലവിളി ശബ്ദം വീണ്ടും വിടേണ്ടി വരും. അതൊക്കെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ വരട്ടെ, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും 23-ാം തീയതി എനിക്ക് വളരെ പെട്ടെന്ന് SR ശക്തിധരൻ ഒരു കമന്റ് എടുക്കണം. ഞാൻ തിരിച്ചു വരാം. സമയം തരാം. SR ശക്തിധരൻ ഒരു കമന്റ് എടുക്കണം. SR ശക്തിധരൻ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കാസർഗോഡ് ചില സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. KV തോമസ് മാഷ് എറണാകുളത്ത് ഒതുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വടകരയിൽ എന്തായാലും P. ജയരാജനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ P. ജയരാജനോടൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ച് മുരളീധരൻ വരുന്നു എന്ന് കേൾക്കുന്ന സമയം മുതൽ ഒരു ചെറിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ലേ? ഒരു ആശങ്കയോടെ ഉണ്ടായിട്ടില്ല. അവിടെ സുഖമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ട് P. ജയരാജൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ മുൻകാല ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അവിടെ ഇതിനു മുമ്പും ഒരു കോലീബി സഖ്യമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് മലബാറിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഓർമ്മകളൊന്നും അങ്ങനെ നമ്മുടെ സ്മരണയിൽ നിന്ന് പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന ആരും കരുതുന്നില്ല. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. RMP പറയുന്നിടത്താണ് സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് കോൺഗ്രസ് നടക്കുന്നതെന്ന് പറയുന്ന ഗതികേടിലേക്ക് ആ പാർട്ടിക്ക് എത്തേണ്ടി വന്നില്ലേ, അഖിലേന്ത്യാ പാർട്ടിക്ക്? ഇതല്ലേ ഇവിടെ ഉണ്ടായത്? RMP അവിടെ അത് സ്ഥാനാർത്ഥിയെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ മാറ്റി ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ കണ്ട്, ഇതിനകത്ത് മുസ്ലിം ലീഗ്, RMP അതുപോലെ തന്നെയുള്ള മറ്റ് പല ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ ഇവരൊക്കെ ഒരു ഘടകകക്ഷികളല്ലേ? UDF-ൽപ്പെട്ട ഘടകകക്ഷിയെ മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം കോൺഗ്രസിനുണ്ട് എന്നതല്ലേ കാണിക്കുന്നത് ശ്രീ ശക്തിധരൻ? അതേസമയം എന്താണ് CPM കാണിച്ചത് ഘടകകക്ഷികളോട്? നിങ്ങൾക്ക് സീറ്റില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം 2 തവണ വിളിച്ചു പറഞ്ഞു വിട്ടു. അതല്ലല്ലോ കോൺഗ്രസിന്റെ ചരിത്രം. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾ കൂടി കേട്ടു. ഹൈദരലി തങ്ങൾ പറഞ്ഞു മുരളീധരനെ നിർത്തിയാൽ ജയിക്കും, എന്നാൽ പിന്നെ മുരളീധരനെ പരീക്ഷിക്കാം എന്ന് പറയാനുള്ള ജനാധിപത്യ മര്യാദ ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അത് ജനാധിപത്യ മര്യാദയാണെങ്കിൽ അതായിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിരോധമില്ല. ഞങ്ങളുടെ ജനാധിപത്യ മര്യാദ ഇങ്ങനെ പരസ്യമായി പറയുന്നതല്ല. ഈ പറഞ്ഞ ഘടകകക്ഷികളും ഒക്കെ ആയിട്ട് വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം കൊണ്ടുവന്നതും അതിന് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചർച്ച നടക്കുന്നത് പോലെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടന്ന ചർച്ചകൾ പോലെയല്ല അത് നടന്നിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കൂടിയാലോചനകളൊക്കെ നടത്തിയിട്ടാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം അതിൻ്റെ ബോഡിക്കകത്ത്, അതായത് LDF-നകത്ത് എടുത്തത്. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവരുടെ പാർലമെന്ററി കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, അതുപോലെ ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് വളരെ പെട്ടെന്ന് കോലീബി സഖ്യത്തിലേക്ക് കൂടി വരണം. അതിനു മുമ്പ് ജ്യോതികുമാർ ചാമക്കാല അങ്ങയോട് വിയോജിച്ച കാര്യത്തിന് കൂടി അങ്ങേക്ക് മറുപടി പറയാം. 91-ലെ രത്നസിംഹം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു മത്സരം ഒരുപക്ഷെ വടകരയിൽ ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ ഒരു ദുർബലനായ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു കോലീബി സഖ്യം പ്രതീക്ഷിക്കാമോ വടകരയിൽ ഇപ്പോൾ? ആദ്യം
ജ്യോതികുമാർ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കട്ടെ. ഞാൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി വീക്കാണെന്ന് പറഞ്ഞതേയില്ല. ജ്യോതികുമാർ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലല്ലോ അദ്ദേഹം പ്രതികരിച്ചത്. പറഞ്ഞതിനോടല്ല അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞത് ആലപ്പുഴ, ആറ്റിങ്ങൽ ഇവിടെയൊക്കെയും കൺഫ്യൂഷൻ ഉണ്ടാക്കി, എറണാകുളത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഷാനിമോൾ ഉസ്മാൻ മികച്ച സ്ഥാനാർത്ഥിയാണ്. ഷാനിമോൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ വയനാട്ടിനെക്കാട്ട് നല്ലത് സ്വന്തം തട്ടകമായ ആലപ്പുഴ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആറ്റിങ്ങലുകാർക്ക് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല. തിരുവനന്തപുരത്ത് ജില്ലയിൽപ്പെട്ടൊരു സ്ഥലമാണ് ആറ്റിങ്ങൽ. തിരുവനന്തപുരത്തെങ്കും ഒരു കോൺഗ്രസ് നേതാവില്ലേ? എന്തുകൊണ്ട് കോൺഗ്രസ് ആ വഴിക്ക് ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഓരോ കോൺഗ്രസ്സുകാരനും മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അത് നാളെ നേതാക്കന്മാരുടെ മുമ്പിൽ ഉയരുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും അതാണ് ഓർക്കേണ്ടത് ജ്യോതികുമാർ ചാമക്കാല. ഞാനല്ലാതെ കുത്തിക്കൊണ്ട് പറഞ്ഞതല്ല. ഇനി ഈ പറഞ്ഞതുപോലെ കോലീബി സഖ്യം ആ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു സഖ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല അരുൺ. അങ്ങനെ ഒരു സഖ്യത്തിന് പോകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിലും ആത്മഹത്യാപരമാണ്. അങ്ങനെ അവർ ചിന്തിക്കുകയില്ല. പക്ഷേ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും BJPയുടെയും ആവശ്യം RMPയുടെയും ആവശ്യം തന്നെയാണ് P ജയരാജനെ തോൽപ്പിക്കുക. കോൺഗ്രസിൻ്റെയും ആവശ്യം P ജയരാജനെ തോൽപ്പിക്കുക. എല്ലാവരുടെയും സംയുക്തമായ കൂട്ടായ ആവശ്യമാണ് P ജയരാജനെ തോൽപ്പിക്കുക എന്നത്. പക്ഷേ P ജയരാജന് പിന്തുണയുള്ളത് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ ശക്തിയാണ്. ആ ശക്തി P ജയരാജനോടൊപ്പം ഉണ്ട്. കാരണം ജയരാജൻ അവർക്കൊരു വികാരം തന്നെയാണ്. മുസ്ലിം സമുദായത്തിലും നല്ലൊരു പിന്തുണ P ജയരാജന് കിട്ടുന്നുണ്ട്. അത് ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ തീവാർന്ന പോരാട്ടമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. BJP ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇട്ടാൽ പോലും നമുക്കത് പറയാം. പക്ഷേ അത് അവരുടെ രാഷ്ട്രീയമാണ്. അവരുടെയും ആത്യന്തികമായ ലക്ഷ്യം P ജയരാജനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശരിയാണ് ജേക്കബ് ജോർജ്. ശ്രീ ജയർ പത്മകുമാർ, നിലവിലുള്ള സാഹചര്യത്തിൽ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാസർഗോഡ് ചെറിയ രീതിയിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായി എന്നത് മാറ്റി നിർത്തിയാൽ നാളെ മുതൽ UDF പ്രചരണ രംഗത്ത് സജീവമാകും. LDF ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. നിങ്ങൾ എന്നാണ് പ്രചരണം തുടങ്ങുക എന്നത് പോലും അറിയാത്തൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. പത്തനംതിട്ടയും തിരുവനന്തപുരവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന നേതാക്കൾക്കൊടുവിൽ നിരാശപ്പെടേണ്ട ഒരു തുടക്കമായിരിക്കുമോ അത്? അല്ല അരുൺകുമാർ, ഞങ്ങളൊരു മുന്നണി എന്നുള്ള നിലയിൽ, ഒരു NDA എന്നുള്ളതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ അവതരിപ്പിക്കരുത്. ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയില്ലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ ഗൃഹസമ്പർക്കം 2 റൗണ്ട് പൂർത്തിയാക്കി കഴിച്ചു. ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമാണുള്ളത്. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളെല്ലാം സജീവമായി കഴിഞ്ഞു. മണ്ഡല കൺവെൻഷനുകൾ വളരെ നേരത്തെ തന്നെ പാർലമെൻറ്റ് കൺവെൻഷൻ നടത്തിയൊരു പാർട്ടിയാണ് ഞങ്ങൾ. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റ് കൺവെൻഷൻ 20 മണ്ഡലങ്ങളിലും നടത്തിയ ഒരു പാർട്ടിയാണ്. ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രോസസ്സുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു. ഇവിടെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിൽ ഇത്രയും അധികം പാർലമെന്റ് കൺവെൻഷനുകൾ മണ്ഡലത്തിൽ നേരത്തെ നടത്തിയ ഒരു പാർട്ടി ഡൽഹിയിൽ പോയിരുന്ന് ഈ രാത്രിയിലാണോ പത്തനംതിട്ട മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? നേരത്തെ തീരുമാനിക്കാമായിരുന്നു. നിങ്ങൾ പത്തനംതിട്ട മണ്ഡലത്തിന്റെ അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി ഇന്നാണ് കേരളത്തിന്റെ ഇലക്ഷൻ ലിസ്റ്റ് ഇലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുന്നത്. ഇന്നാണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പരിശോധിച്ചോ? ഇല്ലല്ലോ. ഇന്നല്ലേ പരിശോധിക്കണം. ആദ്യത്തെ മീറ്റിംഗ് ഇന്നാണ്. ആ മീറ്റിംഗ് ആണ്, അതിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ മീഡിയ അല്ലെങ്കിൽ ഇടതുപക്ഷമോ കോൺഗ്രസോ ഒക്കെ പ്രചരണം കൊടുത്തു എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ നേതാക്കന്മാരാരെങ്കിലും ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞോ? ഞങ്ങൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നു, അവിടെ എനിക്ക് ഇന്ന ആൾ പാരയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. അത് നിങ്ങൾ ചെയ്തോളൂ. അതിൽ ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. എനിക്ക് പൂർത്തീകരിക്കാനുള്ള സമയം തരണം. ഇവിടെ നടക്കുന്നത്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM-ഉം പരസ്പരം മത്സരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇത് ജനങ്ങളെ പറ്റിക്കുന്നതിനാണ്. കോലീബി മുന്നണിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് കോമ മുന്നണിയാണ്. കോൺഗ്രസും മാർക്സിസ്റ്റും തമ്മിലുള്ള മുന്നണിയാണ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള മുന്നണിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇപ്പോൾ വടകരയിൽ തീപാറും എന്ന് പറയുന്ന ഈ കെ മുരളീധരൻ തന്നെയാണ് അദ്ദേഹം വട്ടൂർക്കാവിൽ മത്സരത്തിന് ശേഷം പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എനിക്കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ
ഇദ്ദേഹത്തെ മത്സരിക്കാൻ കുമ്മനത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആള് വടകര ചെല്ലുമ്പോൾ CPM വിരുദ്ധരാകുന്നത് എങ്ങനെ? CPM-ന് മുരളീധരൻ മോശപ്പെട്ട ആളാകുന്നത് എങ്ങനെ? വട്ടിയൂർക്കാവിൽ CPM-ന് മുരളീധരൻ നല്ല ആളാണെങ്കിൽ വടകരയിലെ നല്ല ആളാവില്ലേ? PV അൻവർ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിന്റെ കൺവെൻഷനിൽ പരസ്യമായി പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, നിങ്ങൾ എനിക്ക് വോട്ട് തരണം എന്ന് പരസ്യമായി അവരുടെ പാർട്ടിയുടെ അവരുടെ മുന്നണിയുടെ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടും ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ UDF-ഉം LDF-ഉം തമ്മിൽ ധാരണ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്തേ മറച്ചു വയ്ക്കുന്നത്? അതിന് മറുപടി അവർ പറയട്ടെ. ഒരു ചോദ്യം കൂടി ശ്രീ JR പത്മകുമാർ. നിലവിൽ വടകരയിൽ വളരെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ നിലവാരത്തിലുള്ള, K സുരേന്ദ്രന്റെ ഒക്കെ നിലവാരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ വടകരയിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ നിലവിലുള്ള സാഹചര്യത്തിൽ? ഞങ്ങളുടെ സംസ്ഥാന ടീമിലുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുന്നത്, യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് കോൺഗ്രസോ അല്ലെങ്കിൽ CPM-ഓ എന്നുള്ളതല്ല. കോതമംഗലത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. നിലവിൽ ഈ നമ്മളുടെ പാനലിസ്റ്റുകളോട് അങ്ങേക്ക് ചോദിക്കാനുള്ള സമയമാണ്. ഒപ്പം ഈ പട്ടിക കാണുന്ന സമയത്ത് കോൺഗ്രസിന്റെ ശക്തമായ പട്ടികയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? കോൺഗ്രസിന്റെ പട്ടികയെ സംബന്ധിച്ച് ശക്തമായൊരു പട്ടികയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഒന്ന്, വടകരയിൽ ജയരാജൻ ഒത്ത എതിരാളിയല്ലേ മുരളീധരൻ? വടകരയിൽ ജയരാജൻ ഒത്ത എതിരാളിയല്ല, അങ്ങനെ യാതൊരു അഭിപ്രായമില്ല. കാരണം മറ്റാരും വരാൻ സൗകര്യമില്ലാതെ വന്ന ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടതാണ് മുരളീധരനെ. അവിടെ മുരളീധരനല്ല, അവിടെ ഈ കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനല്ല, ആര് വന്നിരുന്നാലും അവിടെ ജയരാജൻ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും. ഒരു തർക്കവും വേണ്ട, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷേ കഴിഞ്ഞ തവണ 3300 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് മുല്ലപ്പള്ളിക്ക് 3300 ഉള്ളൂ. അതിനു മുമ്പ് 53000 ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അത് ഇത്തവണ 1.5 ലക്ഷമായിട്ട് വർദ്ധിക്കും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതാണ് ഈ ഇവിടെയുള്ള CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പൊതുവെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ഒക്കെ വിശദീകരണം. 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വടകരയിൽ P ജയരാജന് സാധ്യതയുണ്ടെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്നു. മുരളീധരൻ വന്നതിന് ശേഷവും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഒറ്റ വാചകം. അതാണ് മറുപടി. എന്ത് അതൊരു വളരെ മോശം പരിപാടിയായി പോയി. അതെന്താ മോശം? നിങ്ങളുടെ വിശ്വാസമാണെന്നാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പറഞ്ഞാൽ കുഴപ്പമില്ല. അയ്യോ, അത് പഴയ ഒരു ബൈബിൾ വചനമല്ലേ, അതവിടെ ഇരുന്നോട്ടെ. ഒരു കണക്കിന് പറഞ്ഞോ, നമ്മുടെ ഈ K മുരളീധരൻ ഭാഗ്യം ചെയ്തവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല. അവിടെ ജയിച്ചാലല്ലേ രാജിവെക്കേണ്ടി വരുള്ളൂ, ഒരു സംശയം വേണ്ട. ജ്യോതികുമാർ, ഒരു ക്യൂ കമന്റ് കൂടി. ഇതാണ് സ്ഥാനാർത്ഥിത്തെ കുറിച്ചുള്ള അഭിപ്രായം. അല്ല, അവർക്ക് ചെറിയ അവിടുത്തെ CPM സഹാക്കൾക്ക് ചെറിയ മറുപടി അല്ല വേണ്ടതെങ്കിൽ നീണ്ട മറുപടി തന്നെ ഞാൻ കൊടുക്കാം. ഇവിടെ 9 MLA-മാർ മത്സരിക്കുന്നുണ്ട്. ഇതിൽ 6 MLA-മാരുടെ സ്ഥലത്തും ബൈ ഇലക്ഷൻ വേണ്ടി വരില്ല. 3 MLA-മാരുടെ സ്ഥലത്ത് ബൈ ഇലക്ഷൻ വേണ്ടി വരും. അത് ഒന്ന് എറണാകുളത്തും, ഒന്ന് കോന്നിയിലും, ഒന്ന് വട്ടിയൂർക്കാവിലുമാണ്. അതിനൊരു തർക്കവും വേണ്ട. ബാക്കി 6 സ്ഥലത്തും യാതൊരു കാരണവശാലും ബൈ ഇലക്ഷൻ വേണ്ടി വരില്ല. യാഥാർത്ഥ്യങ്ങളായി നിങ്ങൾ കാണൂ, ഒരു സംശയവും വേണ്ട. 20 സീറ്റുള്ളതിൽ നിങ്ങൾ 30% സീറ്റിലും MLA-മാരെ മത്സരിപ്പിക്കുകയാണ്. നിങ്ങൾ മത്സരിപ്പിച്ചോളൂ, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ മത്സരിപ്പിക്കുന്നു, ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, കേരളത്തിൽ ഈ 20-ൽ 20 സീറ്റിലേക്കും UDF-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് 23-ാം തീയതി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ, ഒന്ന് അവരുടെ ദുഷ്ചെയ്തികൾ, മറുഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് ദേശീയ തലത്തിൽ പ്രസക്തി, നിങ്ങൾ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ ആരെ സഹായിക്കാനാണ്, നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ, നിങ്ങൾ എന്താണ് നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങളുടെ അജണ്ട, നിങ്ങൾ ആരെ സംരക്ഷിക്കാനാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ദേശീയ രാഷ്ട്രീയത്തിലുള്ളത്? നിങ്ങൾ വെറുതെ മത്സരിക്കുന്നു, ഒരു മത്സരസുഖത്തിന് വേണ്ടി മത്സരിക്കുന്നതിന് അപ്പുറമായി വേറെ ഒന്നും ചെയ്യാനില്ല. ദേശീയ തലത്തിൽ മത്സരം നടക്കുന്നത് BJP-യും കോൺഗ്രസും തമ്മിലാണ്, ഒരു സംശയവും വേണ്ട. BJP ഇതര ജ്യോതികുമാർ ചാമക്കാല, അങ്ങ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് പ്രസക്തി എന്ന് അങ്ങ് ചോദിച്ചില്ലേ? 2004-ൽ ഞങ്ങളുടെ പ്രസക്തി അങ്ങ് ശരിക്കും കണ്ടതല്ലേ അങ്ങയും അങ്ങയുടെ നേതാക്കന്മാരും? പക്ഷേ 2009 കാണാൻ കഴിഞ്ഞില്ല. 2019 കാണാൻ വേണ്ടി പോവാണ്. 2019 കാണാൻ വേണ്ടി പോവാണ്. 2019 തർക്കവും വേണ്ട. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മതനിരപേക്ഷതയുള്ള
ഒരു കോൺഗ്രസിന്റെയും BJP-യുടെയും ഇതരമായിട്ടൊരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ രൂപീകരിക്കുമ്പോൾ അതിനകത്ത് നിർണായക പങ്ക് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ചിരിക്കും. നിങ്ങളോട് കൂട്ടുകൂടാൻ ഇപ്പൊ മഹാഗഡ്ബന്ധനും തയ്യാറല്ല. മൂന്നാമത്തെ മുന്നണിയില്ല, അത് അവർ കൊണ്ടുപോയി. ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുന്നണി. അല്ല, ഇതൊന്നും കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ NDA-യുടെ നേതൃത്വത്തിൽ ഒരു മുന്നണിയുണ്ട്, UP-യുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു UPA മുന്നണിയുണ്ട്, ഇതിനൊക്കെ അപ്പുറമായി മറ്റൊരു മുന്നണിയുണ്ട്. ഇതിലൊന്നും പെടാതെ CPM നിൽക്കുന്നു. അവർ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്ന ആരെ? കോടിയേരി പിണറായി വിജയനാണോ? നിങ്ങൾ എത്ര പേരെ മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ എത്ര പേര് ദേശീയ തലത്തിൽ മത്സരിപ്പിക്കുന്നുണ്ട്? നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജയിക്കാൻ പോകുന്നത്? എവിടെയാണ് ജയിക്കാൻ കഴിയുക? നിങ്ങളിപ്പോൾ പശ്ചിമ ബംഗാൾ ഞങ്ങളുടെ പുറകെ നടക്കുക, ഞങ്ങൾ താല്പര്യമില്ലാതെ നിലയും പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾക്ക് അവസാനിപ്പിച്ചൂടെ? നിങ്ങൾക്ക് 1-2 പേര് ജയിക്കുന്നെങ്കിൽ ആ പാർലമെന്റ് ചായ മേടിക്കാനാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. 1-2 പേരുണ്ടാവുന്നെങ്കിൽ തന്നെ അത് നമുക്ക് അപ്പോൾ ആലോചിക്കാം. നിങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല ദേശീയ രാഷ്ട്രീയത്തിൽ. നിങ്ങൾ വെച്ചവസാനിപ്പിക്കും. ഹലോ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ 3 വർഷക്കാലം ഈ കേരളം ഭരിച്ച പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷം നടന്ന 18 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളിൽ 16 എണ്ണത്തിനും CPM ആണ് പ്രതി എന്നുള്ള കാര്യം ഈ രാജ്യത്തെ മുഴുവൻ പേർക്കും അറിയാം. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യം, ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം അമ്മയ്ക്കും ഒന്നും അന്ത്യമുത്തം കൊടുക്കാൻ പോലും കഴിയാത്ത കൊലപാതക രാഷ്ട്രീയം നടത്തിയ വടകരയിൽ അതിന് നേതൃത്വം കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടി എസ് പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ ഈ അടുത്ത ദിവസം കാസർഗോഡ് പെരിയയിൽ 2 ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൃപേഷിനെയും കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിലവിളിച്ചത് അതൊന്നും വിഷയമല്ല. അതൊക്കെ സംഘടനാപരമായ പ്രശ്നമാണ്. അത് ഇടപെട്ട് ഇന്ന് ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. ആ പ്രശ്നങ്ങളെല്ലാം ഇന്ന് ഉച്ചയോട് 1 മണിക്കൂർ അദ്ദേഹം റെസ്റ്റ് എടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. തുടങ്ങി കഴിഞ്ഞു. അടക്കം, കൃപേഷ് അടക്കം, ശരത്ലാൽ അടക്കം, അതുപോലെ കൊലപാതകത്തിന്റെ ഒരു നീണ്ട നിലയാണ് കണ്ണൂരിൽ ഈ അടുത്ത ദിവസങ്ങളുണ്ടായിരുന്നത്. ഒരു മറുപടി പറയാൻ കഴിയില്ല. ഇന്ന് ശ്രീ മുരളീധരനും പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ഒരൊറ്റ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ജനാധിപത്യവും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യത്തിന് വിജയമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇദ്ദേഹത്തിന് മറുപടി കൂടെ കൊടുക്കണം ശ്രീ SR ശക്തിധരൻ. അല്ല, ഈ അക്രമരാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയത് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു അധികാരത്തിൻ്റെ വക്കത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ പാർട്ടികളൊക്കെ ഇത് പറയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് കമ്മ്യൂണിസ്റ്റ് 1 കാലത്തും കമ്മ്യൂണിസ്റ്റ് 2 കാലത്തും ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടുള്ളത് മാർക്സിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അറിയാത്തവരല്ല അവിടെ ഇരിക്കുന്നവരൊന്നും. അവർ പട്ടികളെ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ രാജ്യത്തെ ജന്മിമാടമ്പിമാരെല്ലാം ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖം അടിച്ച് തകർക്കുന്ന രാജ്യമായിരുന്നു നമ്മുടെ കേരളം. അവിടെ നിന്ന് ഇവിടത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ മാറ്റമാണ്, അത് നവോത്ഥാനങ്ങളുടെ ഒരു മുന്നേറ്റമാണ്. അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് മനസ്സിലാകാത്തതും അതാണ്. എന്ത് പ്രസക്തിയാണ് ദേശീയ തലത്തിൽ CPM-നും ഇടതുപക്ഷത്തിനും ഒന്ന് ചോദിച്ച ചാമക്കാല ഒന്നങ്ങ് തിരിഞ്ഞു നോക്ക്. ഇന്നും ഇടതുപക്ഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ കണ്ണൂര് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ഇടതുപക്ഷങ്ങളാണ്, നിങ്ങളല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആരുടെ നിങ്ങൾ രണ്ടും ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന ജന്തുക്കളാണ്. അതാണ് നിങ്ങൾ രണ്ടും. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങളെല്ലാം അത് നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഈ രാജ്യത്തുള്ളത്? നിങ്ങളും കള്ളന്മാരെ, അവരും കള്ളന്മാരെ. ഇപ്പൊ അവരുടെ കള്ളത്തെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കള്ളത്തരം അറിയാവുന്നത് നിങ്ങൾക്ക് 2 കൂട്ടർക്കുമാണ്. 10 വർഷം നിങ്ങൾ അധികാരത്തിലിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള അഴിമതിയാണ് നിഷ്കാസിതരാക്കി മാറ്റിയത്. വളരെ പെട്ടെന്ന് ഇതിനൊരു മറുപടി കൂടി വേണം. അതിനുശേഷം അങ്ങയോട് ചില ചോദ്യങ്ങൾ ഇവർക്ക് ചോദിക്കാനുണ്ട്. JR പത്മകുമാറിനുള്ള ചോദ്യം, BJP പ്രതി JR പത്മകുമാറിനോട് ചോദ്യം കേട്ടതിന് ശേഷം മറുപടി സാർ പറഞ്ഞോട്ടെ. JR പത്മകുമാർ BJP നേതാവ്. നിലവിൽ P ജയരാജനെ പരാജയപ്പെടുത്താൻ അവിടെ BJP പറഞ്ഞോളൂ.
അല്ല, പറഞ്ഞോളൂ, എസ്.ആർ. ശശീന്ദ്രൻ പറയുന്നത് കേട്ടാൽ സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ് പി ജയരാജൻ എന്ന് തോന്നുന്നു. ആരാണ് പി ജയരാജൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, വല്ലതും സംശയമില്ല. അദ്ദേഹം സ്വയം മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം ഈ ആളുകളെ കൊന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എല്ലാ കൊലപാതകത്തിൻ്റെയും ഒരു സൈഡിൽ ആരാണുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടി. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഈ ജമ്മി ബൂർഷ്വകളുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു നേരത്തെ 2 നേരം ആഹാരം നിറച്ച് കഴിക്കാൻ കഴിവുള്ള ആ കഴിവ് ഇല്ലാത്ത ആളുകളല്ലാതെ ഈ CPM കൊന്നൊടുക്കിയ അതിൽ ഏത് ഭൂപ്രഭുവാണുള്ളത്, ഏത് ബൂർഷയാണുള്ളത്? ഒന്ന് ശക്തിയുടെ കണക്കൊന്ന് പറയൂ. കേരളത്തിൽ 2 നേരം ആഹാരം കഴിക്കാൻ ഇല്ലാത്ത പട്ടിണി പാവങ്ങളെ മാത്രമല്ലേ അരിഞ്ഞു കൊന്നിട്ടുള്ളത് ഇവര്? ഏത് പണക്കാരനെ കൊന്നിട്ടുള്ളത്? ഏത് ബൂർഷയെ കൊന്നിട്ടുള്ളത്? രാഷ്ട്രീയ കൊലപാതകത്തിൽ പട്ടിണി പാവങ്ങളെ കൊലവിളിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ഞങ്ങൾ ബൂർഷയ്ക്കെതിരായിട്ടാണ്, മുതലാളിമാർക്കെതിരായിട്ടാണെന്ന് പറയണതിന് നിങ്ങളെ പാർട്ടി ജനാധിപത്യം ഇല്ലാത്തൊരു പാർട്ടിയാണ് ഈ രാജ്യത്തെ. അല്ല ബഹുമാനപ്പെട്ട പത്മകുമാറെ, അങ്ങയുടെ പാർട്ടിയും വന്നിരുന്ന് ഇങ്ങനെ ഗീർവാണ പ്രസംഗം നടത്തുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ കൊന്നൊടുക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം എത്രയാണ്? നിങ്ങൾ ഈ മണ്ണിൽ കൊന്നൊടുക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും മറ്റ് ജനാധിപത്യ വിശ്വാസികളുടെയും എണ്ണം എത്രയാ? കോൺഗ്രസ്സുകാരെ അടക്കം നിങ്ങൾ കൊന്നൊടുക്കിയിട്ടില്ലേ? നിങ്ങൾ ആരോടായി സമാധാനം പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ പറയാം. നിങ്ങളൊക്കെ എന്തോ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഞങ്ങൾക്ക് ഈ 29 സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. വീക്കായ സംസ്ഥാനത്തും ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവിടെ എവിടെയെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരനെ ഞങ്ങൾ കൊന്നിട്ടുണ്ടോ? ഗുജറാത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊന്നിട്ടുണ്ടോ? ഡൽഹിയിൽ കൊന്നിട്ടുണ്ടോ? എവിടെ കൊന്നിട്ടുണ്ട്? നിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നു. ത്രിപുരയിൽ നിങ്ങൾ കൊന്നൊടുക്കി, ഇന്ന് നിങ്ങൾ അവിടെ വംശനാശം നേരിട്ടു. ബംഗാളിൽ നിങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ കയറി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിനെ കൊല്ലാൻ നടത്തിയ ശ്രമം, അതിന് മറുപടി ഉണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ ആക്രമിക്കുന്നില്ലല്ലോ. നിങ്ങൾ ശക്തമായ സ്ഥലത്ത് നിങ്ങൾ മാർക്സിസ്റ്റ് ഇതര കോൺഗ്രസ് ആക്രമിക്കുന്നു, RMB ആക്രമിക്കുന്നു. ജേക്കബ് ജോർജ്, നിലവിൽ തന്നെ പി ജയരാജന്റെ കാൻഡിഡേച്ചർ കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഇതൊരു അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്ത് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. BJP ആണെങ്കിലും ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിലും ഇന്ന് തുടക്കത്തിൽ തന്നെ അത് തന്നെയാണ് മുരളീധരൻ സൂചിപ്പിച്ചതും. വരുന്ന ദിവസങ്ങളിലും അങ്ങനെയാണ്. പി ജയരാജന്റെ കാൻഡിഡേച്ചർ അഥവാ സ്ഥാനാർത്ഥിത്വം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്ത് എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുമോ? വിശാലമായ BJP ഉയർത്തുന്ന രാഷ്ട്രീയ സമസ്യകളോടുള്ള ഉത്തരം നൽകുന്നതിൽ നിന്ന് അത് തടയുമോ? ആ അർത്ഥത്തിൽ CPM വടകരയിൽ പി ജയരാജനെ നിർത്തിയത് ഒരു പാളിപ്പോകുന്ന ഒരു തന്ത്രമാണോ? തന്ത്രങ്ങൾ പലതും ചിലപ്പോൾ പിഴയ്ക്കാം, ചിലപ്പോൾ ജയിച്ചു വരാം, അത് കാര്യം വേറെ. പക്ഷേ വടകരയിലെ തിരഞ്ഞെടുപ്പ് ആത്യന്തികമായി ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ്. അവിടെ ഒരു വശത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് K. മുരളീധരൻ, മറുവശത്ത് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി ജയരാജൻ. അത് പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയം. BJP ഇനി ഭരണത്തിൽ വരണമോ, നരേന്ദ്രമോദി ഇനി ഭരണത്തിൽ വരണമോ എന്ന വലിയ ചോദ്യം, വിശാലമായ ചോദ്യം, ഇന്ത്യ മുഴുക്കെ നേരിടുന്ന ചോദ്യം. ആ ചോദ്യത്തിൻ്റെ പേരിലുള്ള വോട്ടെടുപ്പായിരിക്കും പ്രഥമവും പ്രധാനവും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കൊലപാതക രാഷ്ട്രീയം. അവിടെ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സ്ഥലമാണ്. അവിടെ KK രമ RMB സജീവമായിട്ട് നിൽക്കുന്നു. അങ്ങനെ RMB തന്നെയാണ് K. മുരളീധരൻ്റെ പേര് കോൺഗ്രസിനോട് ശുപാർശ ചെയ്തെന്ന കാര്യം അരുൺ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്ത കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അത് വളരെ പ്രസക്തമാണ്. BJPയും അവിടെ പി ജയരാജനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ജയരാജനും ഉണ്ടൊരു കേസ്. പി ജയരാജൻ കേരളത്തിലെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നയാളാണ്. ജയരാജനും ഒരു വികാരമാണ് അരുൺ. കണ്ണൂരിലെയും ഈ വടകരയിലെയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെയും ഒക്കെ ആശയും ആവേശവും വികാരവും ഒക്കെ തന്നെയാണ് പി ജയരാജൻ്റെ. അദ്ദേഹത്തെ കൊലപാതകം എന്നൊക്കെ വിളിക്കാൻ രാഷ്ട്രീയമായിട്ട് ആരോപണം. പക്ഷേ ജയരാജനും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, ജയരാജനും ഒരു വലിയ സപ്പോർട്ട് ബേസ് ഉണ്ട് വടകര. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ശക്തി പോരാ KK രമ പറഞ്ഞ എന്താ, ഈ സ്ഥാനാർത്ഥിക്ക് പോരാ, ഈ സ്ഥാനാർത്ഥി പോരാ. എന്താ കാര്യം?
ജയരാജൻ്റെ അത്ര ശക്തമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജയരാജൻ്റെ ശക്തിയെ കൊലപാതകയാണ് എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞു കാണാൻ നോക്കണ്ട. കെ മുരളീധരൻ ആഞ്ഞു പിടിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു മാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂ. പിന്നീട് നേരത്തെ ജ്യോതികുമാർ ചാമക്കാല ഒരു കാര്യം പറഞ്ഞു, എന്താണ് CPM-ന്റെ പ്രസക്തി? ഞാൻ CPM-ന്റെ വക്കാലത്തെടുക്കുകയല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി എന്താണെന്ന് കൂടി ആലോചിച്ച് നോക്കണം ചാമക്കാല. എന്താണ് കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് ദേശീയ തലത്തിൽ എവിടെയാണ് കോൺഗ്രസ് BJP-യോട് നേരിട്ട് മത്സരിക്കുന്നത്? എവിടെയൊക്കെയാണ് ജ്യോതികുമാർ? ആലോചിക്കണ്ടേ? അതുകൊണ്ട് ആലോചിക്കേ. നാളെ കോൺഗ്രസിന് ലോക്സഭയിൽ എന്തെങ്കിലും പ്രസക്തി വേണമെങ്കിൽ ഈ CPM-ന്റെ 5-6 MLA-മാരും കൂടെ വേണമല്ലോ. 5-6 5, 1-2 2, അതും കൂടെ വേണമല്ലോ പ്രസക്തി ഉണ്ടാക്കണമെങ്കിൽ. അതും കൂടി ഓർക്കണമെന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ചാമക്കാല. ഞാൻ CPM-കാരന് വേണ്ടി പറയല്ലേ. ഈ ജേക്കബ് ജോർജിന് ഇവിടുന്ന് കൈയടി കിട്ടിയതാണ്. ജേക്കബ് ജോർജ് അല്പം നിർത്തിയപ്പോ. ജ്യോതികുമാർ ചാമക്കാല, ഇതിനൊരു മറുപടി കൂടി വേണം. തെക്കൻ ഭാരതത്തിലേക്ക് വന്നു നോക്കിയാൽ തന്നെ BJP നേരിട്ട് മത്സരിക്കുന്ന കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങൾ കേരളം ഒഴിച്ചു നിർത്തിയാൽ കുറവാണ്. കർണാടകയിലുമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ. പെട്ടെന്നൊരു മറുപടി. അല്ല, ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ആരുടെ പ്രതിനിധിയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായില്ല. ആദ്യം മുതലേ അദ്ദേഹം അങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിമർശിക്കൽ ഒത്തിരി പറയേണ്ടി വരും, പക്ഷേ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് പുലർത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. 2014 ഞങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 44 സീറ്റിലേക്ക് ഞങ്ങൾ ഒതുങ്ങിയിട്ടുണ്ട്. വസ്തുതയാണ്. 2014 ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് 10 കോടിയിലധികം വോട്ടർമാർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. അവിടെ നിന്ന് 2014 ഞങ്ങൾ ആന്ധ്രയിലും അരുണാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും ഉൾപ്പെടെ ഞങ്ങൾ അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട്. 2014 തന്നെ. 2015 വീണ്ടും ഞങ്ങൾ ഡൽഹിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. 2016 ഞങ്ങൾ കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. അതോടൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ ചുരുങ്ങുന്നു എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ 4 സംസ്ഥാനത്തിലേക്ക് ചുരുങ്ങുന്നുവെന്നും ഞങ്ങളൊരു പ്രാദേശിക പാർട്ടി ആകാൻ പോകുന്നവരെ വിമർശിച്ചവരുണ്ട്. BJP-യുടെ അക്കാലത്തും എടുത്തുകൊണ്ട് CPM-മാർ ഉൾപ്പെടെ. 2016 അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 2017 ഞങ്ങൾ ഗുജറാത്തിൽ പൊരുതി നിന്നപ്പോഴും അവിടെ കേന്ദ്രത്തിൽ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഗുജറാത്തിൽ വീണ്ടും BJP-ക്ക് ഭരണം നിർത്താൻ കഴിഞ്ഞത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2017 ഞങ്ങൾ പഞ്ചാബിലൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. പഞ്ചാബിൽ ഞങ്ങൾ വിജയിച്ചു. അതിനുശേഷം കർണാടക ഞങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞു. ഞങ്ങൾ ജനതാദളുമായി ചേർന്നതിൽ പോലും കർണാടക ഞങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞു. 2018 മധ്യപ്രദേശിൽ ഉൾപ്പെടെ, ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ, രാജസ്ഥാനിൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. BJP-യുടെ 15 വർഷത്തെ ഭരണത്തെ തകർത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാൻ കഴിഞ്ഞു. ഞങ്ങളൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ശ്രീ ജേക്കബ് ജോർജ്. അത് വെറും ഒരു CPM-കാരനെ പോലെ മാധ്യമപ്രവർത്തനായ ശ്രീ ജേക്കബ് ജോർജ് സംസാരിക്കുന്നത്. ചാമക്കാലയോടും പത്മകുമാറിനോടും പറയാനുള്ളത്, കൊലപാതകങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപലപിക്കാറുണ്ട്. ഇത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന്റെ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന കോൺഗ്രസും BJP-യും തോളോട് തോൾ ചേർന്നായിരിക്കുന്നത്. രാജ്യത്താകെ ഇവർ ഇങ്ങനെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ് 2004 മുതൽ ഈ രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷൻ നടന്നതിന് ശേഷം തോളോട് തോൾ ചേർന്ന് നിന്നത്. ഇപ്പോഴും അവർ പറയുന്നു അവർ വീണ്ടും വരും എന്നാ പറയുന്നു. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷന് ഒറ്റയ്ക്ക് നിൽക്കുവാൻ ശേഷിയില്ലാത്തവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അതുകൊണ്ട് അവർക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. ഈ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച്, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ സ്ഥാനം പോയി. ഇത്തവണ അവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്, ആ പാർട്ടിയുടെ ദേശീയ പാർട്ടി സ്ഥാനം പോകുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറും. അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും മാറുന്നു പ്രാദേശിക പാർട്ടിയായിട്ട്. കേരള മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ BJP-ക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി മാത്രമുള്ള തെരഞ്ഞെടുപ്പാണ്. അല്ല, ആ സഹോദരനോട് May 21 കാണണമെന്ന് പറഞ്ഞിരുന്നാൽ മതി മാത്രം. ഞാൻ പറഞ്ഞു തീർത്താൽ അവസാനിപ്പിക്കട്ടെ.
അല്ല നിൽക്കട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരെല്ലാം ഇടത്തരത്തെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെ ചവിട്ടി താഴ്ത്തിയിടത്തെല്ലാം ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. 2019 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ മടങ്ങി പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ കോലീബി സഖ്യത്തെക്കുറിച്ച് അതുപോലെ മാർക്സ് ഒരു ഭാഗത്ത് എന്നും കോൺഗ്രസ് ആണെന്നേ. ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായി എന്നും നിന്നിട്ടുള്ള പാർട്ടിയാണ് CPM എന്നും കോൺഗ്രസിനെ എതിർത്തിട്ടേ ഉള്ളൂ. BJPയും ജനസംഘവും എന്നും കോൺഗ്രസിനെ എതിർത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ എവിടെ നിന്നാലും ശരി തന്നെ ദേശീയ തലത്തിൽ ഭാരതത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ കോൺഗ്രസിനെ കഴിയൂ. നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും. പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സഹാക്കന്മാരെ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ദേശീയ പാർട്ടിയെക്കുറിച്ചൊക്കെ പറയുന്നു, നിങ്ങൾ ദേശീയ തലത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ മുമ്പേ ആവർത്തിച്ചതാണ്, നിങ്ങൾക്കൊരു പ്രാദേശിക പാർട്ടിയാകാൻ പോകുന്നു CPM-നെ സംബന്ധിച്ച്. പക്ഷേ BJP-യെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജ്യോതികുമാർ ഒരു മിനിറ്റ്, ഞാൻ വളരെ പെട്ടെന്ന് SR ശക്തിയിലൂടെ പോയിട്ട് തിരിച്ചു വരാം. SR ശക്തി അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ക്വിക്ക് റെസ്പോൺസ്. ജ്യോതികുമാർ പറഞ്ഞതിന് മറുപടി കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് ചാമക്കാലയെ പോലെ ആവേശം പിടിച്ച് ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ട് നാളുകൾ കുറേയായി. പിന്നെ ഇവരൊരു കുടുംബത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാം അല്ലെങ്കിൽ പുനർജീവിപ്പിക്കാം എന്നൊക്കെ കരുതുന്നത് വിഡ്ഢിത്തമാണ്. ഇവിടെ ഈ യെച്ചൂരി എന്ന് നിങ്ങളുടെ പുറകെ നടക്കുന്നില്ല. നിങ്ങളുടെ പുറകെ നടക്കുകയില്ല. നിങ്ങളുടെ പുറകെ നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടന്നുള്ള കഥ ഞാൻ പറയണോ? ജ്യോതി, ഞാൻ പറയണോ? 2004-ലും 2011-ലും ഒക്കെ നിങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പുറകെ നടന്നുകൊണ്ടെങ്കിൽ രാജ്യത്ത് മറന്നു പോകരുത്. 2009 നിങ്ങൾ ഉണ്ടാക്കിയ സർക്കാരിന്റെ കഥയൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ പോലെ തന്നെ കോൺഗ്രസ് അത് ചാമക്കാലോട് ഈ രാജ്യത്ത് ബോധമുള്ളവർക്ക് മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞല്ലോ ശ്രീ ജ്യോതികുമാർ വളരെ പെട്ടെന്ന് ഞാൻ ഇവരുടെ റിയാക്ഷൻ തിരിച്ചു വരാം. 2 മിനിറ്റ് ഞാൻ ഇവരുടെ റിയാക്ഷൻസ് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. സംസാരിച്ചോ, കേൾക്കാം സാറേ, പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, ഓഡിയൻസിന് വേണ്ടി സംസാരിക്കുകയാണ്. ചാമക്കാലായം പറഞ്ഞത് ചേട്ടൻ പറയാൻ അടുത്ത് പറഞ്ഞോ. ഈ മനുഷ്യ സമൂഹത്തില് ഏറ്റവും ഇത്രയും നേരം സംസാരിച്ചത് ചാമക്കാലായം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കടുംചായ മേടിച്ചു കൊണ്ടുവരാൻ ഈ CPM-ന് ആളുണ്ടോന്ന് വെച്ചു. ഒരു കാലത്ത് പശ്ചിമബംഗാളിലെ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ ഈ കോൺഗ്രസ് വിളിച്ചത്. അത് മനസ്സിലാക്കണ്ട. ഇന്ന് ഈ വടകരയിൽ മത്സരിക്കുന്നത് CPM-ന്റെ പ്രവർത്തകനായിട്ട് നിന്നുകൊണ്ട്, അനുഭാവിയായിട്ട് നിന്നുകൊണ്ട്, ഈ മൊയ്തീൻ അടക്കമുള്ള DIC-യുടെ പ്രവർത്തകരാണ് ഈ CPM-നെ ഉൾക്കൊണ്ടുകൊണ്ട് എക്കാലവും ഒരു പൊതുപ്രസ്ഥാനത്തിന് നയിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ചാമക്കാലോട് പറയാനുള്ളത്, ചാമക്കാലോട് പറഞ്ഞു CPM-ന്റെ MP-മാർ എന്തിനാണ് വിജയിപ്പിച്ചു വിടുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. CPM-ന്റെ MP-മാർ എന്തിനാണ് വിജയിപ്പിച്ചു വിടുന്നതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടുന്ന് ജയിച്ചു പോയ ഇടതുപക്ഷത്തിന് MP-മാർ തെളിയിച്ചിട്ടുള്ളതാണ്. അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഡിബേറ്റുകൾ പങ്കെടുത്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുള്ളത് CPM-ന്റെ MLA-മാരാണ്, CPM-ന്റെ MP-മാരാണ്. CPM-ന്റെ MP-മാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് രാജ്യസഭയും ലോകസഭയും ഉൾപ്പെടെ എല്ലാ സഭകൾക്കും ഏറ്റവും ചർച്ചയായിട്ടുള്ളത്. ചാമക്കാലോട് ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. ചാമക്കാലൊപ്പം നിൽക്കുന്ന ചാമക്കാട് പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിമാര്, മുൻ MLA-മാര്, മുൻ MP-മാരൊക്കെ BJP-യുടെ ഓഫീസിൽ ചായ മേടിച്ചു കൊടുത്തോണ്ടിരിക്കുക. BJP-യുടെ ഓഫീസിൽ അത് ചർച്ചയാക്കണം. അതാണ് ഇവിടെ ചർച്ചയാകേണ്ടത്. ഇവിടെ ഈ നാടിനകത്ത് BJP-യും കോൺഗ്രസിനെയും ജയിപ്പിച്ചാൽ രണ്ടും തുല്യ ശക്തികളാണ്, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ സഹോദരൻ പറഞ്ഞത് പശ്ചിമ ബംഗാളിലെ പഴയ പൂർവ്വകാലത്തെ കുറിച്ചൊക്കെയാണ്. പൂർവ്വകാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് പശ്ചിമ ബംഗാളിലെ CPM ഓഫീസുകളെല്ലാം വിലയ്ക്ക് കൊടുത്തിരിക്കുക BJP-ക്ക്. ഒരു ഭാഗത്ത് BJP-ക്കാർ അത് വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. അവിടെ ബോർഡ് മുഴുവൻ മാറ്റിയിട്ട് BJP-യുടെ ബോർഡാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്
അത് തന്നെയാണ് ശക്തിധരൻ പറഞ്ഞത്. ഞങ്ങളുടെ ഒരുപാട് പൂർവികർ മരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ. ഇന്ന് നിങ്ങളുടെ പാർട്ടി നിൽക്കുന്നത് അൻവറിന്റെ കയ്യിലാണ്, അൻവറിനെ പോലുള്ളവരുടെ കയ്യിലാണ് നിങ്ങളുടെ പാർട്ടി. രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു എന്താണ് ഈ പിന്നെ ബംഗാളിലെ ഈ പറഞ്ഞ MLA-മാരുടെ MP-മാരുടെ എണ്ണത്തെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ ചോദ്യം ചോദിച്ചതിനെക്കുറിച്ചുമാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെന്ററിയൻ എന്നുള്ള അവാർഡ് കിട്ടിയത് UDF-ൽ മത്സരിക്കുന്ന NK പ്രേമചന്ദ്രനാണ്. അതിന്റെ താഴെ ഒപ്പിട്ട് കൊടുത്തത് സീതാറാം യെച്ചൂരിയാണ്. അങ്ങേക്ക് അറിയാമോ അത്? സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള MP-മാർ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഏറ്റവും മികച്ച പാർലമെന്ററിയനായിട്ട് NK പ്രേമചന്ദ്രനെ തെരഞ്ഞെടുത്തതെന്ന് അങ്ങേക്ക് അറിയാമോ? അപ്പോൾ ചോദ്യം ചോദിക്കുന്നതിൽ മാത്രമല്ല എൻ്റെ സുഹൃത്തെ കാര്യങ്ങൾ. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ MP-മാരെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. കോൺഗ്രസ്സുകാർ നിങ്ങളുടെ എന്റെ കയ്യിലിരിക്കുന്ന ഒരു കൂട്ടം ഒരു കാര്യം ചോദിക്കാനുള്ളത് അതുപോലെ മർമു എന്ന് പറയുന്ന MLA കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലാണ്ടിരുന്ന സമയത്ത് ഈ ജ്യോതി ബസുവിനെ നിർത്തിക്കോളൂ ചാമക്കാല, പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോ. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും അവസാനം ത്രിപുരയിൽ നിന്നുള്ള MLA CPM-ന്റെ MLA BJP-യിൽ പോയിരിക്കുന്നു. നിരവധി അതുമായി ബന്ധപ്പെട്ട പേപ്പർ കട്ടിങ്ങുകളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. വിശ്വജിത് ദത്ത, രാഹുൽ സിൻഹ തുടങ്ങിയ CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ BJP-യിലേക്ക് പോകുന്നു. നിങ്ങളുടെ നൂറുകണക്കിന് പ്രവർത്തകർ ത്രിപുരയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ നേതാക്കന്മാരും CPM-ന്റെ ജ്യോതി ബസുവിനെ ഞങ്ങളിവിടെ പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ ഏറ്റവും ആദ്യം എതിർത്തത് CPM-മാര് തന്നെയാണ്. ഏറ്റവും ആദ്യം CPM-മാര് തന്നെയാണ് എതിർത്തത്. ഇത് ഈ CPM വിട്ട് ജ്യോതി ബസുവിനെ ആദ്യം പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞിട്ട് എതിർത്തത് നിങ്ങൾ തന്നെയാണ്. ആദ്യമേ എതിർത്തത് സോമനാഥ് ചാറ്റർജി ഉൾപ്പെടെയുള്ള ആളുകൾ. അല്ല, ഈ UDF-ന്റെ പട്ടിക വരാൻ താമസിച്ചതിൽ താങ്കൾക്ക് ദുഃഖമുണ്ടോ ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിൽ? ഒരു ദുഃഖമില്ല. ഞങ്ങളുടെ അഖിലേന്ത്യാ പാർട്ടിയാണ്, ഞങ്ങൾക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. ഞങ്ങൾ ആലോചിച്ച് കുറച്ച് തീരുമാനം. ഇവർക്ക് ആലോചിക്കാനുണ്ട്, ഡൽഹി പോലെ ആലോചിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ചാമക്കാലയാണ് ചോദ്യം. ഇന്ന് മഹാരാഷ്ട്രയിലെ ചാമക്കാലയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് BJP-യിൽ പോയിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഈ നാട്ടുകാർ ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടാൽ നിങ്ങളുടെ എത്ര MP-മാർ ഡൽഹി ചെല്ലുമ്പോൾ BJP പോകും? എത്ര MP-മാർ കോൺഗ്രസിൽ നിൽക്കും? ചാമക്കാലയ്ക്ക് മറുപടി ഉണ്ടോ? ഞങ്ങൾ CPM-ന്റെ ബംഗാളിലെ പോയി എന്ന് പറഞ്ഞത് ഞങ്ങൾ പുറത്താക്കിയാളാ പോയത്. ത്രിപുരയിൽ പോയില്ല. അതെ, ആ സഖാവിനോട് ചോദിക്കണം. ഈ മർമു എന്ന് പറയുന്ന MLA കുറിച്ച് അറിയാമോ? ത്രിപുരയിലുള്ള MLA കുറിച്ച് ഏറ്റവും അവസാനം ഇന്നിപ്പോ ഈ ബംഗാളിലെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭൗമിക് ആമിക് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും SP-ന്നും BSP-ന്നും ഒക്കെ പോകും. പക്ഷേ നിങ്ങൾക്ക് ആകെപ്പാടെ പോകാൻ പശ്ചിമ ബംഗാളും ത്രിപുരയിലേ ഉള്ളൂ. അത് മുഴുവൻ പോയി കഴിഞ്ഞു. ഇനി ആരും എങ്ങോട്ട് പോകാനില്ല. അവിടെ പരിപൂർണമായും താർന്നിരിക്കുന്നു. ഇവിടെയും പോയി തുടങ്ങി. ഇവിടെ ഏറ്റവും അവസാനം പോയതാണല്ലോ കണ്ണന്താനം മന്ത്രിയായത്, കേന്ദ്രമന്ത്രിയായത്. അതിനു മുമ്പ് V. വിശ്വനാഥ മേനോൻ പോയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പോകാനുള്ള കേരളത്തിലേ ഉള്ളൂ. അത് ഉടനെ അങ്ങ് പോകും. അതോടെ തീരും നിങ്ങളുടെ കാര്യം. പശ്ചിമ ബംഗാളും ത്രിപുരയിലും ഇനി ആരുമില്ല പോകാൻ. പത്മകുമാർ മാന്യദേഹത്തോടൊരു ചോദ്യമുള്ളതേ, അദ്ദേഹം നേരത്തെ ചോദിച്ചു ഈ P. ജയരാജൻ ആരാ, അദ്ദേഹത്തിന്റെ മാഹാത്മ്യം എന്താന്നൊക്കെ ചോദിച്ചു. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും അറിയാം. ഇന്ന് ജയരാജൻ ജീവിച്ചിരിക്കുന്നത് ജയരാജന്റെ ആ കരുത്തുകൊണ്ടാണ്, മനസ്സിന്റെ കരുത്തും ആത്മധൈര്യത്തിന്റെയും ഫലമായിട്ടാണുള്ള കാര്യം. 96-ൽ ജയരാജന്റെ നല്ല കാലത്ത്, നല്ല പ്രായത്തിൽ 96-ൽ തിരുവോണ ദിവസം സ്വന്തം കുടുംബങ്ങളോടൊത്ത്, അതായത് ഭാര്യയും കുട്ടികളും കുടുംബങ്ങളോടൊത്ത് ഓണസദ്യ കഴിക്കാൻ വന്നപ്പോൾ ഈ പത്മകുമാറിന്റെ അനുയായികൾ വന്നിട്ട് അവിടെ കാട്ടിയതെന്താണെന്ന് അറിയാലോ, വകവരുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പത്മകുമാറെ നിങ്ങൾ പരാജയപ്പെട്ടു, ശരിയല്ലേ? ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് താങ്കൾ. 2 നേരം ഭക്ഷണം കഴിക്കാത്തവരുടെ കാര്യം പറഞ്ഞല്ലോ. സഖാവ് P. ജയരാജന് ഇപ്പോഴും സ്വന്തം വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന സ്ഥിതിയുണ്ടോ? അതിനൊന്നും മറുപടി നിങ്ങൾ ജയരാജന്റെ അപമാനങ്ങൾ പാഴ്ത്തി പാടുമ്പോ ഉണ്ടല്ലോ, ജയരാജന്റെ കാർമ്മികത്വത്തിൽ എത്ര ചെറുപ്പക്കാരാണ് കണ്ണൂരിൽ കൊല്ലപ്പെട്ടതെന്ന് കൂടെ നിങ്ങൾ പറയണം. എത്ര കോൺഗ്രസ്സുകാരെയാണ് കൊന്നതെന്ന് നിങ്ങൾ കണക്കൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കണക്ക് വെക്കാൻ നിങ്ങളുടെ മുമ്പിൽ
പറയണതേ ഹലോ ഇപ്പൊ പറയണ പത്മകുമാറിന് വേണ്ടിയാണോ ജ്യോതികുമാർ പറയണത്? കോൺഗ്രസും ഇവിടെ BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇത് തന്നെയാണ് പറയുന്നത്. കാരണം പത്മകുമാറിനോട് ചോദിച്ചതിനുള്ള മറുപടി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 20 പേരെ കൊന്നിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ കണക്കനുസരിച്ച് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് 20 പേരെ കൊന്നിട്ടുണ്ട്. ആ 20 പേരിൽ 16 പേരെയും കൊന്നിരിക്കുന്നത് CPM-കാരാണ്. ഒരാളെ പോലും കോൺഗ്രസ്സുകാർ കൊന്നിട്ടില്ല. പക്ഷെ കോൺഗ്രസ്സുകാരുടെ 3 നേതാക്കന്മാരെ കൊന്നിട്ടുണ്ട്. മറിച്ച് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഏത് സഖാവായാലും പറയും. ജ്യോതികുമാർ, ഈ ചോദ്യം പക്ഷേ പത്മകുമാറിനോടായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, പത്മകുമാർ പറയാനുള്ള മറുപടി പറയട്ടെ. പക്ഷേ കോൺഗ്രസിലെ ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കണോ? ഈ ജയരാജൻ ഉൾപ്പെട്ടല്ലേ ചെയ്തത്? എന്തേ പറയാൻ പാടില്ലേ? ജയരാജന്റെ കാർമ്മികത്വത്തിലല്ലേ എത്ര ചെറുപ്പക്കാരെ യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ തട്ടിക്കൊന്നത്? അല്ല, ഇത് ഞാൻ പറഞ്ഞത് ജയരാജന്റെ മഹത്വം എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച് അറിയാം. AKGയെ കുറിച്ച് നമുക്കറിയാം, P. കൃഷ്ണപിള്ളയെ കുറിച്ച് അറിയാം, EMSനെ കുറിച്ച് അറിയാം. ഇവരാരും ഈ അന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ വളർച്ചയൊന്നും ഇല്ലാത്ത സമയത്ത് നേതാക്കന്മാരായ ആദ്യ കാലഘട്ടത്തിലെ നേതാക്കന്മാരാണ്. അവർക്കൊന്നും ഈ കൈ തൂക്കിയിടാനോ വീട്ടിലാരെങ്കിലും ഓണത്തിന് കയറി ആക്രമിക്കാനോ ഒരു സാഹചര്യം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാ? അവർ ജനകീയ നേതാക്കന്മാരായിരുന്നു. ഇദ്ദേഹം കുറെ ഗുണ്ടാസംഘങ്ങളെ വെച്ചുകൊണ്ട് ഈ കണ്ണൂരിൽ ഈ മാടമ്പിത്തരത്വം കാണിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു 16 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടിച്ചിട്ട് പണികളെ കൊണ്ട് പിടിപ്പിച്ച് ആ ഒരു വിചാരണ നടത്തി ടെലിഫോണിൽ കൂടി ഇതിന്റെ കഴുത്തറുക്കുന്ന ഈ സൗണ്ട് എനിക്ക് കേൾക്കണമെന്ന് നിർദ്ദേശം കൊടുത്ത താലിബാനെ പോലും നാണിക്കുന്ന ഒരാള് ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും കാവൽക്കാരനാണെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക സഖാവേ? ഈ കേരളത്തിൽ ആരാണ് ജയരാജൻ എന്നറിയാം. ജയരാജന്റെ മകന്റെ കയ്യിൽ വിരല് ജയരാജനെ ആക്രമിച്ചത് ആരായിരുന്നു? അല്ല, ഞാനൊന്ന് പറയട്ടെ അരുണേ, ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ വീടിന്റെ അദ്ദേഹം ഇപ്പോ കുടുംബ വീട്ടിലല്ലല്ലോ താമസിക്കുന്ന, മാറിയല്ലേ. ആ കുടുംബ വീടിന്റെ അടുത്ത് ഏകദേശം CPM-ൽ നിന്ന് DYFI-ൽ നിന്ന് മാറി BJP-യിലേക്കും സംഘപരിവാറിലേക്കും വന്ന ചെറുപ്പക്കാരുടെ 13 വീടുകളാണ് തകർത്ത് കളഞ്ഞത്. അവരുടെ വീടുകൾ നിശേഷം തകർത്തു. ആ നിശേഷം തകർത്തിട്ട് ആ നാടിൽ നിന്ന് ഓടിച്ചു. അവസാനം അവിടെയുള്ള അവരുടെ ആളുകൾ വന്ന് പറഞ്ഞു, ഈ ഓണത്തിനെങ്കിലും എന്റെ വീട്ടിൽ എന്റെ മക്കൾ വന്ന് ആഹാരം കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നാട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോ അതിനും തടസ്സം നിന്ന ഈ നിലവിൽ ഈ 2 മുന്നണികളുടെയും പട്ടികയായി നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ UDF-ന്റെ പട്ടിക NDA-യുടെ പട്ടിക പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അടിസ്ഥാനമായി അഡ്രസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി കാസർഗോഡിന്റെ പെരിയ കൊലപാതകത്തെ മുൻനിർത്തിയായിരിക്കുമോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്ന് ഞാൻ ഭയക്കുന്നുവെന്ന് പറയാനുള്ള കാരണം അടിസ്ഥാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഈ ചർച്ചയും ക്യാമ്പയിനുകളും മാറി അക്രമ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുമോ? അങ്ങനെ ഒരു ഭയം താങ്കൾക്കുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പ്രചാരണത്തിൻ്റെ ഒരു കലയാണ് അരുൺ. ഒരു പ്രധാനപ്പെട്ട പ്രചാരണമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് ഏത് തരത്തിൽ എത്ര ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നുവോ ആ കക്ഷി ജയിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് പല ഉദാഹരണങ്ങളും തിരിച്ചും മറിച്ചും ഒക്കെ പറയാനും പറ്റും. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത്. BJP ഉണ്ട്, ഒരു ശാക്തിക ചേരിയായിട്ട് തന്നെ BJP ഉണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ BJP ഒരു കരുത്ത് തെളിയിക്കേണ്ടിയിരിക്കും. അവരൊരു A ക്ലാസ് സീറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സീറ്റുകൾ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ത്രികോണ മത്സരമാകുമോ? തിരുവനന്തപുരം നല്ലൊരു ത്രികോണ മത്സരത്തിന് സാധ്യത തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം സ്ഥാനാർത്ഥികൾ അതുപോലെ 3 പേരും കരുത്തരായതുകൊണ്ട്
തീർച്ചയായിട്ടും കേരളത്തിലെമ്പാടും നമുക്കൊരു ഒരു വലിയ പോരാട്ടം കാണാം. അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പോരാട്ടം തന്നെയായിരിക്കും. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് ചേരിയുള്ളവരാണ്, ചേരി തിരിഞ്ഞു നിൽക്കുന്നവരാണ്. രണ്ട് ചേരികൾക്കിടയിലേക്ക് ഒരു BJP ശക്തമായിട്ട് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം, അല്ലെങ്കിൽ കോൺഗ്രസ് CPM നേരിട്ടുള്ള മത്സരം, അതാണ് കേരളത്തിൻ്റെ ചിത്രം. അത് രാഷ്ട്രീയം തന്നെയാണ്. അരുൺ, ഇവിടെ അക്രമ രാഷ്ട്രീയവും മറ്റ് അഴിമതിയെക്കുറിച്ചും മാത്രമാണ് ഈ രണ്ട് മുന്നണിക്ക്, UDF-നും LDF-നും പറയാനുള്ളൂ. ഈ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചോ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ കുറിച്ചോ ഇവർക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമ രാഷ്ട്രീയം പറഞ്ഞ്, അഴിമതിയെ കുറിച്ച് പറഞ്ഞ് ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് LDF-ന്റെയും UDF-ന്റെയും പ്രധാനമായിട്ടുള്ള അജണ്ട. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അജണ്ട വെട്ടിമുറിക്കുവാൻ കഴിയുന്ന ജയരാജന്റെ കയ്യിലേക്ക് ഒരു കത്തി കൊടുത്തുകൊണ്ട് അതുകൊണ്ട് ജനാധിപത്യമാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് വികസനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. രാജ്യത്ത് സാമ്പത്തിക പുരോഗതിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ അക്രമ രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്. BJP-യുടെ നേതാവ് പറഞ്ഞു, അക്രമം പറയരുത്, അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറയരുത്, മറ്റ് വികസനത്തെ കുറിച്ച് പറയരുത്. കഴിഞ്ഞ 5 കൊല്ലം BJP സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ഒന്ന് പറയാവോ? അല്ല, അതെ, BJP 5 വർഷക്കാലം BJP നടപ്പാക്കിയ പദ്ധതി നമുക്കറിയാം. നോട്ട് നിരോധനത്തിലൂടെ, GST-യിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. 9700 കർഷകര് ഈ രാജ്യത്ത് BJP-യുടെ ഭരണകാലത്ത് ആത്മഹത്യ ചെയ്തു. ഈ രാജ്യത്തെ ഏറ്റവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. കർഷകര് സമരത്തിലേക്ക് ഇറങ്ങി. രാജ്യം നോട്ട് നിരോധനത്തിലൂടെ, GST-യിലൂടെ ജനജീവിതം തകർത്തു. എനിക്ക് മൂന്ന് മുന്നണികളോടും കൂടി ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. കേരളത്തിന്റെ ജനസംഖ്യയുടെ 48% മാത്രമേ ഉള്ളൂ പുരുഷന്മാര്, ബാക്കി 52% സ്ത്രീകളാണ്. ഇപ്പൊ വന്ന പട്ടികയിൽ 10% പോലും സ്ത്രീകളില്ല. എന്തുകൊണ്ടാണ് ഈ 72 വർഷമായിട്ട് വേണ്ട രീതിയിൽ പ്രതിനിധികളെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല? എന്തുകൊണ്ട് സ്ത്രീകളെ നേതാക്കന്മാരായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല? ഇതാണ് എനിക്ക് 3 പേരോടും ചോദിക്കാനുള്ള ചോദ്യം. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്കും SR ശക്തിധരനും പൊതുവായിട്ടുള്ള ചോദ്യം, ഒപ്പം JR പത്മകുമാറിനുള്ള ചോദ്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒന്ന് പേര് പറഞ്ഞാട്ടെ. ജോമി ജോൺ. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ 3 മുന്നണികൾക്ക് വളരെ ക്വിക്ക് റെസ്പോൺസ് കൊടുക്കാം. വനിതാ പ്രാതിനിധ്യം ഈ പട്ടികയിലില്ല എന്നൊരു പരാതി പൊതുവെ ഉണ്ട്, ശരിയാണോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 സ്ഥാനം, അതെ ഞാൻ പറയുന്നത്, ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം 10% ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും 10% തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ പട്ടികയെ സംബന്ധിച്ച് 20 പേരിൽ 2 പേർ വനിതകളാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിൽ വന്നാൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കും, 33% സംവരണ ബിൽ പാസ്സാക്കുമെന്ന് മാത്രമല്ല, സ്വകാര്യ മേഖലയിലും ഉൾപ്പെടെ തൊഴിലിന് സംവരണം 33% സംവരണം കൊണ്ടുവരുമെന്ന് കൃത്യമായി പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലിന് ഉൾപ്പെടെ വനിതകൾക്ക് സംവരണം കൊണ്ടുവരുമെന്നുള്ള കാര്യം അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അത് UPA-യുടെ അടുത്ത അജണ്ടയായി വരുന്നുണ്ട്. ഒരു ചെറിയ ചോദ്യം, അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 33% സംവരണം കൊണ്ടുവരാമെന്ന് സോണിയാഗാന്ധി പറയുന്നു. പക്ഷേ 10% മാത്രം സീറ്റുകൾ വനിതകൾക്കായി നീക്കിവെക്കുന്ന നടപടി എങ്ങനെ വിശ്വസിക്കും? സ്വാഭാവികമായുള്ള ചോദ്യം ഇതാണ്. ഷാനിമോൾ ഉസ്മാൻ ഏറ്റവും ഉറപ്പായ വയനാട് മണ്ഡലം കൊടുക്കാതെ അവസാനം ഗ്രൂപ്പിന്റെ ഫൈറ്റിൽ ആലപ്പുഴയിലേക്ക് മാറ്റേണ്ട സാഹചര്യം പോലും ഉണ്ടായില്ലേ? എങ്ങനെയാണ് നിങ്ങൾ വനിതാ ശാക്തീകരണത്തിലും വനിതാ പ്രാതിനിധ്യത്തിനു വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണെന്ന് വിശ്വസിക്കേണ്ടി വരിക? അരുണെ, തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, അരുൺ ഇപ്പോൾ ഈ സംവാദം നടത്തുമ്പോൾ അരുൺ അവിടെ ആ ഒരു സഹോദരി അല്ലാതെ എത്ര സഹോദരിമാരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്? 33% സഹോദരിമാരെ എത്തിയിട്ടുണ്ടോ? ഈ സംവിധാനം മാറി വരേണ്ടതുണ്ട്. ഈ സംവിധാനം മാറിയേ മതിയാവൂ. അത് പൊതുപ്രവർത്തകരിൽ ഉൾപ്പെടെ
അല്ല ഞാൻ ചോദിച്ചതല്ല, ഞാൻ ആലങ്കാരികമായി അങ്ങോട്ട് ഒരു ചോദ്യം മറുചോദ്യമായി തന്നെ ചോദിച്ചാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ സാഹചര്യം മാറി വരേണ്ടതുണ്ട്. ആ കോതമംഗലത്തെ ആ സഹോദരന്മാരാണ് സഹോദരിമാർക്ക് അവിടെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കേണ്ടത്. അപ്പോൾ സംവരണം ഉണ്ടായേ മതിയാവൂ. ഇത് സംവരണത്തിലൂടെ തന്നെ നടപ്പാക്കാനാണെങ്കിൽ സംവരണത്തിലൂടെ തന്നെ നടപ്പാക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വളരെ അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യ മേഖലയിലെ തൊഴിൽ സംവരണം ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് അസന്ദിഗ്ധമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. UDF-ന്റെയും LDF-ന്റെയും പട്ടികകളിൽ 10% സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് NDA-യുടെ പട്ടികയിൽ 0.5 ആയിരിക്കും സാന്നിധ്യം. അതായത് ഒറ്റ ശോഭാ സുരേന്ദ്രൻ അത്രേ ഉണ്ടാകത്തുള്ളൂ. ഇല്ല നിങ്ങൾക്ക് തെറ്റിയതാണ്. നിങ്ങൾ ഇത് വരുമ്പോൾ നിങ്ങൾ നോക്കുക, തീർച്ചയായിട്ടും വനിതാ പ്രാതിനിധ്യം നല്ല രീതിയിൽ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും. പിന്നെ ഇത് നിങ്ങൾ സംസ്ഥാനം വെച്ചിട്ടാണ്. ദേശീയ തലത്തിൽ നോക്കിയാൽ സ്ത്രീകൾക്ക് ഇത്രമാത്രം പരിഗണന കൊടുത്ത വേറൊരു പാർട്ടി ഉണ്ടാവില്ല. MP-മാരാക്കിയതിൽ MLA-മാരാക്കിയതിൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യ ഭരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ആരാ എടുത്തത്? സുഷമ സ്വരാജ്, നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി, ഉമാഭാരതി, അതുപോലെ പാർലമെന്റിന്റെ നമ്മൾ സ്പീക്കർ പദവി വന്നപ്പോൾ തന്നെ വനിതയ്ക്ക് കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി വനിത ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ പരിഗണിക്കുന്നത് ഈ പ്രചരണത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ കാര്യമായിട്ട് അവരുടെ എല്ലാ പങ്കാളിത്തവും ഭരണത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രചരിപ്പിക്കുകയല്ല, ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടുത്തെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളത് മനസ്സിലാവും. ഞാൻ ശ്രീ SR ശക്തിധരനിലൂടെ വന്നതിന് ശേഷം വരാം. ശ്രീ SR ശക്തിധരൻ, അങ്ങേക്ക് കൂടെ മറുപടി. അല്ലേ, ഞങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ വനിതാ നമ്മുടെ നിയമസഭയുടെ എടുത്ത് നോക്ക്, കോൺഗ്രസിന് ഒരു ഒറ്റ വനിതാ MLA ഇല്ല. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭയിലും കോൺഗ്രസിന് വനിത ഇല്ലായിരുന്നു. ഞങ്ങളുടെ മറ്റേ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് വനിതകൾക്ക് സാമാന്യേന ഭേദപ്പെട്ട അവസരങ്ങൾ പാർട്ടിക്കകത്തായാലും മറ്റ് ഭരണ സംവിധാനത്തിലായാലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ 33% സ്ത്രീ പ്രാദേശിക സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സംവരണം ഏർപ്പെടുത്തിയത് LDF അല്ലേ, കോൺഗ്രസ് ആണോ? ഇന്ന് അതുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ സ്ത്രീകൾ അവരുടേതായിട്ടുള്ള മേന്മ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഈ രാജ്യത്തുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റമാണ്. ഈ മാറ്റത്തെയാണ് കോൺഗ്രസ് അതുപോലെ തന്നെ BJP എല്ലാം ഭയപ്പെടുന്നത്. സ്ത്രീകളുടെ ഒരു മുന്നേറ്റം ഈ രാജ്യത്ത് ഉണ്ടാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. CPM പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയായിരിക്കും പിന്തുണയ്ക്കുക? SR സെക്രട്ടറി ഒരു ചോദ്യം ഇതാണ്, സാധാരണ ഒരു വോട്ടറുടെ ചോദ്യമാണ്. CPM പ്രതിനിധികൾ ജയിച്ചു പോയാൽ ആരെയായിരിക്കും പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഒരു ചോദ്യം കൂടിയാണ്. SR സെക്രട്ടറി അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ രാജ്യത്തെ അരുണേ എന്താ ചോദ്യം? അരുണേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ രാഷ്ട്രീയ നയമുള്ള ഒരു പാർട്ടിയാണ്. അല്ലാതെ ഞാൻ പറയുന്ന ഒരു പാർട്ടിയല്ല. പ്രധാനമന്ത്രിക്ക് വരട്ടെ എന്ന് ഇവിടെ മനപ്പായസം ഉണ്ടെന്ന ആളുകളെ കുറിച്ചൊന്നും പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം തരത്തിലുള്ള രണ്ട് ദേശീയ പാർട്ടികളുടെ നേതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ചാമക്കാലയോടും പത്മകുമാറിനോടും ചോദിക്കാനുള്ളത്, ദേശീയ പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മേനിയുള്ള കക്ഷികളും ദേശീയ പരിവേഷം ഇല്ലാത്തവർ മോശക്കാരും എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അറിയേണ്ടത്, നാളിതുവരെ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം നിങ്ങൾ രണ്ടു കൂട്ടരും മാറി മാറി ഭരിച്ചിട്ടും ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കക്കൂസ് പണിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കാണല്ലോ. അതേ സമയത്ത് നിങ്ങൾ ചെറിയ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിന്റെ അകത്ത് 1, 2, 3 ആവശ്യത്തിന് കക്കൂസുകളും ഭക്ഷണവും ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു മൊട്ടുസൂചി പോലും രാജ്യത്തെ
ഇത്രയേറെ വികസന രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിന് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഞങ്ങൾ എന്തായാലും BJP-കാർ പറയുന്ന പോലെ പാകിസ്ഥാനിൽ പോകണമെന്നും പറയില്ല. അദ്ദേഹം ചരിത്രം പഠിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ. ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു മുട്ടുസൂചി പോലും ഉത്പാദിപ്പിക്കാൻ കഴിയാതെ ഇത്രയേറെ വികസന നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ശക്തിധരനോട് ചോദിക്കാനുള്ളത്, ബംഗാളിൽ 2 സീറ്റാണ് ഇതുവരെ ഉള്ളത്. കേരളത്തിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? അതായത് ഒരു പ്രാദേശിക കക്ഷിക്ക് കിട്ടുന്ന സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത CPM ഈ ഒരു പാർലമെന്റ് അല്ല, ഡൽഹിയിലില്ലെങ്കിലും മറ്റ് സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഇന്ത്യയിലെമ്പാടും ഒരു കൈവേറിലുണ്ടാവുന്ന MP-മാർ ഉണ്ടാകാത്ത CPM ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികൾ ചെയ്യേണ്ടത് ഈ ചോദ്യത്തിന്റെ മറുപടി സെക്രട്ടറി നൽകും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 60 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ഇടവേള. This is 24 from Flowers Group.